ഒരു 10 മിനിറ്റിനുള്ളിൽ വേണമെങ്കിൽ ജീവിതം മാറ്റിമറിക്കുക എന്നുള്ളത് മാറ്റിമറിക്കാൻ പറ്റുമോ? നമ്മൾ ഒരു അമ്മയുടെ വാത്സല്യത്തോടെ സ്നേഹത്തോടെ മക്കളെ എന്ന് വിളിച്ച് ഞാനിപ്പോൾ റോഹനോട് ഒരു 5 മിനിറ്റ് സംസാരിച്ചാൽ റോഹന് അത്രത്തോളം മാറ്റം വരുത്താനായിട്ട് നമുക്ക് കഴിയും. ഏറ്റവും സ്ക്രാച്ചിൽ നിന്ന് ഒന്നുമില്ലായ്മ. ഞാനൊരു സ്കൂൾ ടീച്ചറായിരുന്നു. 7000 രൂപ സാലറിയിൽ നിന്നൊരു വ്യക്തിയാണ്. ഇന്ന് അവിടെ നിന്ന് ഒരു മൾട്ടി മില്യനെയർ ലെവലിലേക്ക് ഞാൻ എത്തി. ഞാൻ കഴിഞ്ഞൊരു ഇന്റർവ്യൂവിലും പറഞ്ഞിരുന്നു, നമ്മൾ ഇപ്പോൾ ഉപയോഗിക്കുന്ന കാർ എന്ന് പറഞ്ഞാൽ BMW X7. ഞാനത് മനഃപൂർവ്വം മാനിഫെസ്റ്റ് ചെയ്ത കാര്യം എന്താ, പ്രത്യേകിച്ചും സ്ത്രീകളെ ഇൻസ്പയർ ചെയ്യാൻ. മക്കളെ ടീച്ചർമാർക്ക് അത് പറ്റുമെങ്കിൽ നിങ്ങൾക്കും പറ്റും. ട്രിവാൻഡ്രം EVM ഓട്ടോക്രാഫ്റ്റിൽ പോവാണ്. അവിടെ ചെന്ന് ഇങ്ങനെ നോക്കുമ്പോൾ നമ്മൾ ആദ്യം X3 ഇങ്ങനെ നോക്കി. X3യുടെ അടുത്ത് ഒരു വലിയ കാർ കിടക്കുന്ന X7. അപ്പം നമ്മൾ ചെന്നിട്ട് ഈ X7 കയറി നോക്കി. അപ്പോൾ സെയിൽസ്മാൻ പറഞ്ഞു, സാർ ഇത് റീസെന്റ് ആയിട്ട് കല്യാണരാമനാണ് എടുത്തിരിക്കുന്നത്. കല്യാണരാമൻ. ഇത് X3 ആയിരിക്കും സാറിന് നല്ലതെന്ന് പറഞ്ഞു. എൻ്റെ മനസ്സിൽ ഓക്കെ, ആ TS കല്യാണരാമൻ അത് പറ്റും, എനിക്കത് പറ്റില്ല എന്നുള്ളത് അതിനെ ഞാനൊരു പോസിറ്റീവായിട്ട് എടുത്തു. ഞാൻ പറഞ്ഞു, ഞാൻ മേടിക്കുന്നുണ്ടെങ്കിൽ X7 മേടിക്കും. ശരിയാ, കൊണ്ടേ പോവൂ എന്നുള്ള പറയും. അപ്പോൾ ഇത്തരം പ്രയോഗങ്ങളുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇതിൽ കുറെ കൂടി വിശ്വാസപൂർവ്വമായി നിൽക്കുന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ ശ്രമിക്കുന്നതിനൊക്കെ എന്താ കാരണം എന്നുള്ളൊരു ചോദ്യം അവിടെ ഉണ്ട്. തീർച്ചയായിട്ടും ഞാൻ ഇതിലേക്കൊക്കെ വരുന്നതിന് മുമ്പ് ഞാനൊരു ജോത്സ്യനെ കാണാൻ പോയി. ജോത്സ്യനെ കാണാൻ പോയപ്പോൾ ആ ജോത്സ്യൻ എന്നോട് പറഞ്ഞു, നിങ്ങളുടെ ലൈഫിൽ നിങ്ങളുടെ ജാതകം എനിക്ക് കാണുന്നു. ജാതകം നോക്കിയിട്ട് പറഞ്ഞു, ഇത്രയും ഈശ്വരാധീനമില്ലാത്തൊരു ജാതകം ഞാൻ എൻ്റെ ലൈഫിൽ കണ്ടിട്ടില്ല. അവിടെ നിന്ന് ഞാൻ എൻ്റെ മൈൻഡ് പവറിനെ കുറിച്ച് മനസ്സിലാക്കി. ഞാൻ എൻ്റെ ചിന്തകൾ മാറ്റിയപ്പോൾ ആ വർഷം എൻ്റെ ലൈഫിലെ വൺ ഓഫ് ദ ബെസ്റ്റ് ഇയർ ആയിട്ട് ആ വർഷം മാറുകയുണ്ടായി. ഉപദേശങ്ങൾ പൊതുവെ ആർക്കും ഇഷ്ടമുള്ള കാര്യമല്ല. പക്ഷേ ചില വ്യക്തികൾ അവരുടേതായിട്ടുള്ള ശൈലികൾ നമ്മൾ വല്ലാതെ ആകർഷിക്കാറുണ്ട് എന്നുള്ളത് പറയാതെ വയ്യ. അത്തരത്തിൽ നവമാധ്യമങ്ങളിലൂടെ നമുക്ക് ഇഷ്ടപ്പെട്ട ശബ്ദം, ഇഷ്ടപ്പെട്ട വ്യക്തിത്വം ടീച്ചറാണ്, ടീച്ചറമ്മയാണ് സുജ ആർ മോഹൻ. സംസ്കാരം ടീച്ചർ, സ്വാഗതം. താങ്ക് യു. നമ്മൾ തുടക്കത്തിലേ പറഞ്ഞ പോലെ അത് ഉപദേശങ്ങൾ, അത് സാമ്പത്തികമായാണെങ്കിലും മറ്റെന്തുവാണെങ്കിൽ പോലും പൊതുവെ വിലക്കെടുക്കൽ പൊതുവെ കുറവാണ്. ആദ്യം കഴിക്കും പിന്നെ മധുരിക്കും എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും അത്തരത്തിൽ പല രീതിയിലേക്കുള്ള ആകർഷമായിട്ടുള്ള പരസ്യവാചകങ്ങളായിരിക്കാം, ചിലപ്പോൾ തംബ്നെയിലുകളായിരിക്കും നമ്മൾ കാണാറുണ്ട്. ഈ അടുത്ത് ഞാൻ കണ്ടതിൽ അത്തരത്തിൽ ഭയങ്കരമായിട്ട് നോട്ടീസ് ചെയ്തൊരു സംഭവമായിരുന്നു, ഒരു 10 മിനിറ്റിനുള്ളിൽ വേണമെങ്കിൽ ജീവിതം മാറ്റിമറിക്കുക എന്നുള്ളത് മാറ്റിമറിക്കാൻ പറ്റുമോ? 10 മിനിറ്റിനുള്ളിൽ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇപ്പോൾ എൻ്റെ ക്ലാസ്സിലേക്ക് വരുമ്പോൾ അല്ലെങ്കിൽ എൻ്റെ വീഡിയോയിലാണെങ്കിലും നമ്മൾ ഒരു അമ്മയുടെ വാത്സല്യത്തോടെ സ്നേഹത്തോടെ മക്കളെ എന്ന് വിളിച്ച് ഞാനിപ്പോൾ റോഹനോട് ഒരു 5 മിനിറ്റ് സംസാരിച്ചാൽ റോഹന് അത്രത്തോളം മാറ്റം വരുത്താനായിട്ട് നമുക്ക് കഴിയും. അപ്പോൾ 10 മിനിറ്റ് എന്ന് വെച്ചാൽ കംപ്ലീറ്റ്ലി മാറ്റമെന്നല്ല, നമുക്കൊരു വ്യക്തി ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റും, അവരിലേക്ക് കുറേയധികം മാറ്റങ്ങൾ കൊണ്ടുവരുത്താൻ പറ്റും. അപ്പോൾ സാധാരണ നമ്മൾ നേരത്തെ റോഹൻ പറഞ്ഞ പോലെ നമ്മൾ വെറുതെ ഉപദേശം കൊടുക്കുന്നതിന് പകരം കുറേ കൂടെ ഒരു മദർ ടച്ച്, ഒരു സ്നേഹത്തോടെ വാത്സല്യത്തോടെ പറയുമ്പോൾ അത് അവർക്ക് പെട്ടെന്ന് അവരുടെ മനസ്സിനെ അത് സ്പർശിക്കുകയും അമ്മ പറഞ്ഞു തരുമ്പോൾ നമുക്ക് അവിടെ ആ ഒരു സ്നേഹത്തോടെ പറയുമ്പോൾ ഒരു ഫീലിംഗ് ഉണ്ടല്ലോ. അപ്പോൾ അവർക്കത് പെട്ടെന്ന് സ്റ്റുഡൻസ് പറയാറുണ്ട്, അത് എന്നെക്കാളും പ്രായത്തിന് മൂത്ത എൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും അല്ലെങ്കിൽ അതിനും മേലേക്ക് പ്രായമുള്ളവർ നമ്മുടെ ക്ലാസ്സിൽ പങ്കെടുക്കുന്നുണ്ട്. അവർ പോലും ടീച്ചർ അമ്മ എന്നാണ് വിളിക്കുന്നത്. ആ ഒരു ഹേർട്ട് ടു ഹേർട്ട് ടച്ചാണ്. അതുകൊണ്ട് അവർക്ക് പെട്ടെന്ന് കാര്യങ്ങൾ ഉൾക്കൊള്ളാനും അതിനനുസരിച്ച് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും അവർ പറ്റുന്നുണ്ട് എന്ന് പറയാറുണ്ട്. ഈ പലപ്പോഴും ഈ ലാലേട്ടൻ 8 വയസ്സുകാരൻ മുതൽ 80 വയസ്സുകാരനാണെങ്കിലും ലാലേട്ട എന്ന് വിളിക്കുന്ന പറഞ്ഞ പോലെ ടീച്ചറമ്മയുടെ മക്കൾ മുഴുവൻ ടീച്ചറേക്കാളും പ്രായം കൂടുതലും കൂടിയുള്ളവരാണ്. ഈ തുടക്കുമ്പോൾ ഭയങ്കരമായിട്ട് സുഖം തോന്നുന്ന ഒരു വിളിയുണ്ട്, ഈ ഹായ് മക്കളെ എന്നുള്ള സാധനം. ഇത് എവിടെ ഇതിന്റെ ഉത്ഭവം, എങ്ങനെ ഈ വിളിച്ചു തുടങ്ങി? മക്കളെ എന്ന് വിളിച്ചത്, അതായത് ഓരോരുത്തരുടെ ലൈഫിൽ മാറ്റം വരുമ്പോൾ ടീച്ചർ എന്നുള്ളതിനേക്കാൾ ടീച്ചറമ്മ എന്ന് സ്നേഹത്തോടെ വിളിക്കാൻ തുടങ്ങി. കാര്യം ലൈഫിൽ അത്രത്തോളം സ്ട്രഗിൾ ചെയ്തിരുന്നവർ അവരുടെ ലൈഫിൽ ആ മാറ്റം വരുമ്പോൾ സ്നേഹത്തോടെ ടീച്ചറമ്മ എന്ന് ഒരാൾ വിളിക്കാൻ തുടങ്ങി. പിന്നെ എല്ലാവരും അങ്ങനെ വിളിക്കാൻ തുടങ്ങി. അപ്പോൾ എനിക്ക് ഈ മാഡം എന്ന് കേൾക്കുന്നതിനേക്കാൾ ടീച്ചറമ്മ എന്ന് വിളിക്കുമ്പോൾ എനിക്ക് അതാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം. എനിക്കും അത് ഭയങ്കര സന്തോഷമാണ്. അപ്പോൾ അങ്ങനെയാണ് ആ ഒരു ടീച്ചറമ്മ വിളി വന്നത്. അപ്പോൾ ക്ലാസ്സിലൊക്കെ ഇരിക്കുമ്പോൾ ചിലപ്പം മൈക്ക് ഓൺ ചെയ്യും, അമ്മ എന്ന് വിളിക്കാം, എന്തോ മക്കളെ, ആ ഒരു അറിയാതെ ഉള്ളിൽ നിന്ന് വന്നതാണ്. അപ്പോൾ എനിക്ക് തോന്നി എല്ലാവർക്കും അതൊരു ഭയങ്കര ഒരു കണക്ഷൻ ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ മക്കളെ എന്നുള്ള വിളി എനിക്ക് വലിയ ഇഷ്ടമാണ്. ടീച്ചർ അമ്മ എന്ന് വിളി കേൾക്കാൻ ഇഷ്ടമാണ്. അപ്പം അമ്മ എന്ന് തന്നെ എന്നെ വിളിക്കുമ്പോൾ അതുകൊണ്ടാണ് ഞാൻ മക്കളെ എന്ന് തിരിച്ച് വിളിക്കുന്നത്. അത് എനിക്കൊരു ഹാപ്പിനെസ് ആണ്. മാഡം എന്ന് വിളിക്കുമ്പോൾ നമുക്ക് ആ ഫീല് കിട്ടത്തില്ല. അതെ, ഈ പലപ്പോഴും നമ്മൾ അത്രത്തോളം ബഹുമാനം കൊടുക്കുന്ന, ഇഷ്ടം തോന്നുന്ന 2 വാക്കുകൾ തന്നെയാണ് ആക്ച്വലി, അല്ലേ? അതായത് മാതാവാണെന്നുണ്ടെങ്കിലും അധ്യാപികയാണെങ്കിൽ എന്നുള്ളത് ചിരിക്കുക, അപ്പോൾ രണ്ടും കൂടി അല്ലേ സമന്വയിച്ചിരിക്കുകയാണ് എന്നുള്ളതാണ്. ആൻഡ് പലപ്പോഴും നമ്മൾ പറയുന്നൊരു കാര്യമുണ്ട്, ഇത് കുറച്ച് നേരത്തെ തിരിച്ചറിഞ്ഞെങ്കിൽ നല്ലതായിരുന്നു എന്നുള്ളത്. പുതിയൊരു കാര്യം കിട്ടുമ്പോഴോ അല്ലെങ്കിൽ നമ്മൾക്കറിയാത്തൊരു കാര്യത്തെ തിരിച്ചറിയുമ്പോഴോ ഇതായിരുന്നു ശരിയെന്ന് പറയുമ്പോഴോ പൊതുവെ നമ്മൾ പറയുന്നൊരു വാക്കാണത്, പ്രയോഗമാണത് എന്നുള്ളത്.
ടീച്ചർ അത്തരത്തിൽ വൈകി തിരിച്ചറിഞ്ഞ അല്ലെങ്കിൽ ഇത് കുറച്ച് നേരത്തെ അറിഞ്ഞിരുന്നെങ്കിൽ നല്ലതായിരുന്നു തോന്നിയ കാര്യങ്ങൾ എന്താ? ഇന്നലെ എൻ്റെ ക്ലാസ്സിലുണ്ടായ ഒരു സംഭവം, 9 PM ക്ലാസ്സിൽ ഞാൻ എടുക്കുമ്പോൾ ഒരു സാർ എന്നെക്കാട്ടിൽ ഒരു 15-17 വയസ്സിന് മൂത്ത സാറാണ്. അപ്പോൾ അദ്ദേഹം പിന്നെ റൈസ് ആൻഡ് ഓപ്ഷൻ ഇട്ടു. അപ്പോൾ ഞാൻ ചോദിച്ചു എന്താണ് സാർ എന്ന് ചോദിച്ചപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു, എന്നെ ആദ്യം വിളിച്ചത് മോളെ എന്നാണ്. മോളെ, ഞാൻ മോള് പറഞ്ഞു തരുന്ന ഓരോ കാര്യങ്ങൾ നിന്നേക്കാൾ ഒരു 15-17 വയസ്സിന് മൂത്തതാണ് ഞാനിപ്പോൾ ചിന്തിക്കുന്നത്, ഞാൻ എന്തുകൊണ്ടൊരു 20 വർഷം മുമ്പ് അല്ലെങ്കിൽ ഒരു 15 വർഷം മുമ്പ് നിന്നെ ഞാൻ കണ്ടുമുട്ടിയില്ല. ആയിരുന്നെങ്കിൽ എൻ്റെ ജീവിതം എന്നേയും മാറിയനെ. അദ്ദേഹം അമേരിക്കയിൽ ഉയർന്ന ഉദ്യോഗസ്ഥനായിട്ട് അമേരിക്കൻ ആർമിക്ക് പോലും ട്രെയിനിങ് കൊടുത്തിട്ടുള്ള അത്രയും ഒരു സ്ട്രോങ് ആയിട്ടുള്ള പേഴ്സണാലിറ്റിയാണ്. അപ്പോൾ അദ്ദേഹം ചോദിച്ചത് എന്തുകൊണ്ട് ഞാൻ നേരത്തെ പരിചയപ്പെട്ടിരുന്നെങ്കിൽ ജീവിതത്തിൽ നമുക്ക് ഇതിനൊക്കെ മുന്നേ നമുക്ക് ട്രാൻസ്ഫോർമേഷൻ വരുമായിരുന്നു. നമ്മുടെ പ്രാർത്ഥനകൾ മനസ്സിനുള്ളിലാണെങ്കിലും അല്ലെങ്കിൽ ദേവാലയത്തിനകത്ത് വെച്ചാണെങ്കിൽ പോലും ഇത് കൂടുതലും റിക്വസ്റ്റുകളാണ്, ഈ ആവശ്യങ്ങൾ നേടിയെടുക്കുന്ന സംഭവമാണ്. ടീച്ചർ നേരത്തെ പറയുന്ന വാക്കുകൾ തന്നെ കടമെടുത്താണെങ്കിൽ നമ്മൾ ഇതിൻ്റെ ആഗ്രഹങ്ങൾ അത് നമ്മുടെ ഉപബോധ മനസ്സിൽ നമ്മുടെ മനസ്സിൽ ഉരുവിട്ട് ഇത് ചെയ്യണമെന്ന് പറയുന്നുണ്ടല്ലോ. ഇതെല്ലാം സാഫല്യമാവുന്നുണ്ടെങ്കിൽ, ഇതെല്ലാം നമുക്ക് നേടിയെടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ സ്ഥാനം എന്താ? അതിനൊരു എക്സാമ്പിൾ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നത്, കുറച്ച് ദിവസം മുമ്പ് നമ്മുടെ ഈ മാസത്തെ സിൽവർ ക്ലാസ് തുടങ്ങി ഒരു 4ാമത്തെ ദിവസമായപ്പം ഒരു സ്റ്റുഡൻറ്റിൻ്റെ സക്സസ് സ്റ്റോറി വന്നു. കഴിഞ്ഞ 33 വർഷമായിട്ട് ഭർത്താവുമായിട്ട് വീട്ടിൽ നിരന്തരം പ്രശ്നം. മാം പറഞ്ഞത് ഇങ്ങനെയാണ്, ചെറിയൊരു കാര്യങ്ങൾക്ക് പോലും ഭർത്താവ് ചീത്ത പറയുക, വീട്ടിൽ പ്രശ്നം ഉണ്ടാക്കുക, ഫുഡൊക്കെ എടുത്തു വെച്ചാൽ അത് കഴിക്കുന്ന ഒരു ഓർമ്മ പോലും കാണില്ല. വീട്ടിൽ നിരന്തരം പ്രശ്നം, എന്തെങ്കിലും ഒരു ടോപ്പിക് എടുത്തിടും, ഹസ്ബൻഡ് എന്തെങ്കിലും പറയും, വൈഫ് 2 പറയും, അങ്ങോട്ടടിയോ ഇങ്ങോട്ട്, നിരന്തരം 33 വർഷം ഈ ഒരു സെയിം സിറ്റുവേഷനിൽ പോയിക്കൊണ്ടിരുന്നത്. 4 ദിവസം ക്ലാസ് അറ്റൻഡ് ചെയ്തുള്ളൂ. ആ 4ാമത്തെ ദിവസം എന്നോട് പറഞ്ഞ ഞാനത് ഓൾറെഡി യൂട്യൂബിൽ സക്സസ് സ്റ്റോറി ആക്കി ഇട്ടിട്ടുണ്ട്, മാമിൻ്റെ വോയിസിൽ തന്നെ. ആ 4ാമത്തെ ദിവസം ഇപ്പോൾ എന്നോട് പറഞ്ഞത്, ഇന്ന് നരകതുല്യമായിരുന്ന എൻ്റെ ജീവിതം ഇന്ന് സ്വർഗതുല്യമായി. ടീച്ചറമ്മയ്ക്ക് അറിയാവോ, ഞാൻ ധ്യാനം കൂടിയിട്ടുണ്ട്, കൊന്തയുരുട്ടി പ്രാർത്ഥന ചെയ്തിട്ടുണ്ട്, ഞാൻ ചെയ്യാത്ത പ്രാർത്ഥനകളൊന്നുമില്ല. എനിക്ക് ഇപ്പോഴാണ് ശരിക്കും മനസ്സിലാകുന്നത് നമ്മൾ ഏത് രീതിയിലാണ് പ്രാർത്ഥിക്കേണ്ടത്. യേശുക്രിസ്തു പറയുന്നുണ്ട്, പുള്ളിക്കാരി ക്രിസ്ത്യാനിയാണ്, അപ്പോൾ യേശുക്രിസ്തു പറയുന്നുണ്ട് എല്ലാവരോടും ക്ഷമിച്ചു കൊടുക്കണമെന്ന്. പക്ഷെ അത് എങ്ങനെ നമുക്കറിയില്ല. പലപ്പോഴും നമ്മൾ ഇതിനെക്കുറിച്ച് കേട്ടിട്ടുണ്ട്. അപ്പോൾ അത് പ്രാക്ടീസിലൂടെ എങ്ങനെയാണ് ഫൊർഗീവ്നെസ് കൊടുക്കേണ്ടത്, എല്ലാ മനുഷ്യരോടും നമുക്ക് എങ്ങനെ ക്ഷമിച്ചു കൊടുക്കാം. ഒന്ന് ക്ഷമിച്ചു കൊടുത്ത് നമ്മൾ ഈഗോ ഇല്ലാതെ ഒന്ന് താഴ്ന്നു കൊടുത്തപ്പോഴത്തേക്ക് നമ്മൾ പറയില്ല 2 കൈയും കൂട്ടിയടിച്ചാലേ ശബ്ദം ഉണ്ടാവുള്ളൂ. മാം ഞാൻ പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങൾ പ്രാക്ടീസ് ചെയ്ത് അദ്ദേഹത്തെ അപ്രീഷിയേറ്റ് ചെയ്യാനും അദ്ദേഹത്തിൻ്റെ നന്മകൾ കണ്ടെത്താനും അങ്ങനെ പോസിറ്റീവായിട്ട് ഹസ്ബൻഡിനോട് പെരുമാറാൻ തുടങ്ങിയപ്പോൾ അദ്ദേഹത്തിൻ്റെ സ്വഭാവത്തിലും മാറ്റം വന്നു. ഇന്ന് അവരുടെ വീടൊരു സ്വർഗമായി മാറി. പക്ഷേ ഈ പലപ്പോഴും ഈ ധ്യാന കേന്ദ്രങ്ങളിലാണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ മറ്റ് ഏത് മതപരമായിട്ടുള്ള കാര്യങ്ങളാണെങ്കിലും അതിൻ്റെ എന്താ പറയുക ഒരുമിച്ചുള്ള കൂട്ടായ്മകളാണെങ്കിലും ഈ പറയുന്ന കാര്യം തന്നെയാണ്, ഈ ഫോർഗീവ് ചെയ്യുക, മറ്റുള്ളവരോട് വിട്ടുവീഴ്ചകൾ ചെയ്യുക, ക്ഷമിക്കുക. ഈ ദാമ്പത്യ ജീവിതത്തിൽ അവൻ ചിലപ്പോൾ കൂടുതൽ ഇത് പറയാം, തുടർന്ന് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും എന്നുള്ള സാധനം. അപ്പോൾ ദൈവികമാവണം അല്ലെങ്കിൽ ദൈവഭക്തി ഉണ്ടാവണം, ദൈവഭയം ഉണ്ടാവണം എന്ന് പറയുന്നതിനൊപ്പം ചെയ്യുന്ന കാര്യങ്ങൾ ഇതൊക്കെ തന്നെയാണ്. അപ്പം ഇതെവിടെയാണ് ടീച്ചറുടെ കോച്ചിങ് സെൻറ്ററും അതല്ലെങ്കിൽ അപ്പുറത്തേക്ക് ഒരു ധ്യാന കേന്ദ്രവും തമ്മിൽ വ്യത്യാസപ്പെട്ടിരിക്കുന്നത്? അതായത് ഇപ്പോൾ ഞാൻ റോഹനോട് പറയാം, റോഹൻ ഒരു ഫ്രണ്ടുമായിട്ട് ഒരു പ്രശ്നത്തിലാണ്, റോഹൻ അങ്ങ് ക്ഷമിച്ചുകൂട് എന്ന് പറയുമ്പോൾ റോഹൻ പറയാം, ക്ഷമിക്കണം, വെറുതെ ക്ഷമിച്ചുകൂട് എന്ന് പറയുമ്പോൾ അതെങ്ങനെ? അപ്പം നമ്മൾ അതിന് ക്ഷമിക്കാനുള്ള ടൂൾസ് ആൻഡ് ടെക്നിക്സ് നമ്മുടെ അടുത്തുണ്ട്. അപ്പോൾ അതിന് നമ്മൾ മൈൻഡ് ക്ലെൻസിങ് ലെറ്ററും പ്രാക്ടീസസ് ഒക്കെ ഉണ്ട്. അപ്പോൾ അത് ചെയ്ത് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ മനസ്സിൽ പിന്നെ അവരോട് ദേഷ്യമില്ലാതാവുകയാണ്. ഒരു 10-15 മിനിറ്റത്തെ ഒരു സിംഗിൾ പ്രാക്ടീസ് തന്നെ ലൈഫ് ട്രാൻസ്ഫോം ആക്കുകയാണ്. പിന്നെ അവരെ പറ്റി ആലോചിച്ച് നോക്കുമ്പോൾ അവർ പറഞ്ഞതോ ചെയ്തോ നമ്മുടെ മനസ്സിൽ ഓർമ്മയിൽ പോലും വരാത്ത രീതിയിൽ NLP ടെക്നിക്സ് ഉണ്ട്. അത് യൂസ് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ആ ഓർമ്മ പോലും വരത്തില്ല. നമുക്കിപ്പോൾ ആ ഒരു പ്രശ്നം ഓർമ്മയില്ലെങ്കിൽ പിന്നെ അവരോട് ക്ഷമിക്കാൻ. ശരിക്കും പലപ്പോഴും ഇത്തരത്തിലെ ആരോടും വിദ്വേഷങ്ങളോ ദേഷ്യങ്ങളോ ഇല്ലാത്ത കുറേയധികം സാധു മനുഷ്യരുണ്ട് അല്ലേ, ഹൃദയത്തിൽ നന്മ മാത്രം സൂക്ഷിക്കുന്നവർ. ഈ പറയുന്നതാണ് അതിൻ്റെ ശരിയെങ്കിൽ ഈ ഹൃദയത്തിൽ നന്മ സൂക്ഷിക്കുന്നവരും ആരോടും പരിഭവമില്ലാത്തവർക്കും യാതൊരു ദുരിതവും വരാൻ പാടില്ല, വിഷമങ്ങളും വരാൻ പാടില്ല അല്ലെ. പക്ഷെ ഇവർക്കൊക്കെ വിഷമങ്ങളും ജീവിതത്തിൽ പിന്നീടും കിട്ടിക്കൊണ്ടിരിക്കുന്നത് മുഴുവനാണ്. അതെന്തുകൊണ്ടായിരിക്കും? നല്ലൊരു ചോദ്യമാണ് രോഹൻ ചോദിച്ചത്. മനസ്സിൽ ഒരുപാട് നന്മയുണ്ട്, പക്ഷേ അവരുടെ ചിന്തകൾ എങ്ങോട്ടാണ് ഫോക്കസ് ചെയ്തത്? ചിലപ്പോൾ ലൈഫിൽ സംഭവിച്ചു കഴിയുന്ന ദുരിതങ്ങളെ പറ്റി വീണ്ടും വീണ്ടും ചിന്തിക്കുക. അതായത് നമ്മുടെ ചിന്തകളാണ് നമ്മുടെ ലൈഫ് ക്രിയേറ്റ് ചെയ്തത്. നിരന്തരം നെഗറ്റീവായിട്ട് ചിന്തിക്കുമ്പോൾ ആ നെഗറ്റീവ് ചിന്തകൾ നമ്മുടെ ലൈഫിൽ വീണ്ടും വീണ്ടും കൂടുതലായിട്ട് നമ്മൾ അട്രാക്ട് ചെയ്തുകൊണ്ടിരിക്കും. അവർ നല്ല മനുഷ്യരാണ്, നന്നായിട്ട് പെരുമാറും, പക്ഷേ അവർക്ക് ഈ മൈൻഡ് പവറിനെ കുറിച്ച് അറിയില്ല. അപ്പോൾ അവരെന്ത് ചെയ്യും? അവരെപ്പോഴും റീകളക്ട് ചെയ്ത് അവർ ജീവിക്കുന്നതെല്ലാം പാസ്റ്റിലായിരിക്കും. പാസ്റ്റിൽ സംഭവിച്ചു കഴിഞ്ഞ പ്രശ്നങ്ങൾ, ആ ദുരിതങ്ങൾ, ഇതെല്ലാം ഇങ്ങനെ ആലോചിച്ചെടുത്ത് നിരന്തരം അതിലേക്ക് ഫോക്കസ് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും അത്തരം കാര്യങ്ങൾ അവരുടെ ലൈഫിലേക്ക്
ലൈഫിലേക്ക് അവർ കൂടുതൽ 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 അങ്ങനെയുള്ള കാര്യങ്ങളെ അട്രാക്ട് ചെയ്തുകൊണ്ടിരിക്കും. ഒരു നെഗറ്റീവ് വ്യക്തി ഒരു നെഗറ്റീവ് കാന്തം പോലെയാണ്. അദ്ദേഹത്തിൻ്റെ ലൈഫിലേക്ക് നെഗറ്റീവായിട്ടുള്ള സാഹചര്യങ്ങൾ, അവർക്ക് കൂടുതൽ കൂടുതൽ ദോഷം വരുന്ന കാര്യങ്ങൾ അട്രാക്ട് ചെയ്തുകൊണ്ടിരിക്കും. നേരെ മറിച്ച് നമ്മൾ ആ പോസിറ്റിവിറ്റിയിലേക്ക് എത്തുമ്പോൾ വി വിൽ ബിക്കം എ മാഗ്നറ്റ് ഓഫ് പോസിറ്റീവ്നെസ്. നമ്മൾ കൂടുതൽ കൂടുതൽ ആ പോസിറ്റീവായിട്ടുള്ള കാര്യത്തെ നമ്മുടെ ലൈഫിലേക്ക് അട്രാക്ട് ചെയ്യും. അപ്പോൾ ആ ഒരു പോസിറ്റിവിറ്റിയിലേക്ക് എത്തുക. ഇവർ നല്ല മനുഷ്യരാണ്, പക്ഷേ ഇവരുടെ തോട്ട് പ്രോസസ്സുകളൊന്ന് കറക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവർ എക്സലൻ്റ് ആവും. ഈ പലപ്പോഴും നമ്മുടെ ഈ മാനസികാവസ്ഥ, നമ്മുടെ ഒരു മൈൻഡ് സെറ്റ് നമ്മുടെ ആരോഗ്യാവസ്ഥയായിട്ട് കണക്ട് ചെയ്തിരിക്കുന്ന സംഭവമാണോ? തീർച്ചയായിട്ടും 100%. അതെ, ഇതേ പ്രകാരമാണ്. ഈ പലപ്പോഴും നമ്മുടെ ഈ എന്തെങ്കിലും എന്താ പറയുക അനാരോഗ്യാവസ്ഥയിൽ നിന്നാലും പലപ്പോഴും പറയും നീ ഇന്ന് സ്ട്രോങ് ആയിട്ടിരിക്കുക, ഇത് വലിയ കാര്യമുള്ള കേസൊന്നുമില്ല എന്ന് പറയുന്നതാണ്. ഈ പറയുന്ന ശുശ്രൂഷിക്കാൻ വരുന്ന ഡോക്ടേഴ്സും ആദ്യം കൊടുക്കുന്ന മെഡിസിൻ ഇതാണ്. ഇത് എവിടെ ഇത് കണക്ട് ചെയ്തിരിക്കുന്നത്? അതായത് നമ്മുടെ മൈൻഡും ബോഡിയും തമ്മിൽ ഇന്റർ കണക്റ്റഡാണ്. 95% ഓഫ് ദ ഡിസീസസ് ആർ സൈക്കോസൊമാറ്റിക് ഡിസീസസ് എന്നാ പറയാം, മാനസിക ജന്യ രോഗങ്ങൾ. അപ്പം നമ്മുടെ മനസ്സിൽ ആരോടെങ്കിലും ഒക്കെ ഉള്ള ദേഷ്യം, പക, വെറുപ്പ്, വിരോധം, വിദ്വേഷം ഇതൊക്കെ കൊണ്ട് നടക്കുമ്പോൾ നമ്മൾ ആ നെഗറ്റീവായിട്ടാണ് ചിന്തിക്കുന്നത്. ഈ നെഗറ്റീവ് ചിന്തകൾ ചിന്തിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൽ നെഗറ്റീവ് കെമിക്കൽസ് റിലീസ് ആവും. അതായത് ക്ഷമിച്ചു കൊടുക്കാത്ത മിക്ക രോഗങ്ങളും വരുന്ന പറഞ്ഞാൽ ഈ ക്ഷമിച്ചു കൊടുക്കാത്തത് കൊണ്ടാണ്. ഒരു മനുഷ്യൻ അവൻ്റെ ജനനം മുതൽ അവൻ ഏറ്റവും കൂടുതൽ ഭയപ്പെടുത്തി നിൽക്കുന്ന ഒരു കാര്യം മരണത്തിന് ശേഷം നിനക്കൊരു സ്വർഗ്ഗമുണ്ട് എന്ന് പേടിപ്പെടുത്തിക്കൊണ്ടായിരിക്കും. നീ ചെയ്യുന്ന പ്രവർത്തികളിൽ അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് കിട്ടാൻ പോകുന്ന അവിടെ നല്ലതായിരിക്കും. ഇതിന് രണ്ടാമത്തെ ഒരു കാര്യം, നീ ചെയ്തൊരു കാര്യം നിൻ്റെ വിവാഹം ശേഷമോ അല്ലെങ്കിൽ മറ്റോ നിൻ്റെ മക്കളിലൂടെ അത് അനുഭവിക്കേണ്ടി വരും എന്നുള്ള സംഭവമാണ്. അവനവൻ ചെയ്യുന്ന പ്രവൃത്തി നല്ലതോ ചീത്തയായിക്കോട്ടെ അവനവനിൽ തന്നെ നിൽക്കണം എന്നാണ് ടീച്ചർ ചിന്തിക്കുന്നത്. അത് മറ്റുള്ളവർക്ക് കൂടി അത് ബാധിക്കും. എന്താ ഇല്ല, ഞാൻ ചെയ്യുന്ന കർമ്മയുടെ എഫക്റ്റ് എന്നിലേക്ക് വരും, അത് എൻ്റെ മക്കളിലേക്ക് പോവില്ല. കാര്യം അത് അവരുടെ കർമ്മത്തിനനുസരിച്ചിരിക്കും അവരുടെ ജീവിതം. അപ്പോൾ ഓരോരുത്തരും ഞാൻ ചെയ്യുന്ന കർമ്മത്തിന്റെ ഫലം എനിക്ക്, റോഹൻ ചെയ്യുന്ന കർമ്മത്തിന്റെ ഫലം റോഹന്, അങ്ങനെ ഓരോരുത്തർക്കും അവരവരുടെ കർമ്മഫലം അനുഭവിക്കേണ്ടതായിട്ട് വരും. ഇപ്പൊ ഞാൻ ചെയ്യുന്ന ദ്രോഹത്തിന് എൻ്റെ മക്കൾ അനുഭവിക്കുന്നതിൽ അർത്ഥമില്ലല്ലോ, അത് ഞാനല്ലേ ചെയ്യുന്നത്. അപ്പൊ അതിന്റെ എഫക്റ്റ് എന്നിലേക്കേ വരുള്ളൂ. അപ്പൊ ചെയ്യുന്ന പ്രവർത്തകളിൽ അത് എന്നിൽ മാത്രം നിൽക്കുന്ന കാര്യമാണ്, എൻ്റെ മക്കളിലേക്കോ അടുത്ത പരമ്പരകളിലേക്കോ പോവാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് പറയുന്നത്. ഇത് സാമ്പത്തികമായിട്ടുള്ള കാര്യമാണെങ്കിൽ നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള നമ്മുടെ സമ്പത്ത്, നമ്മുടെ അസറ്റ്സ് ഈ കാര്യത്തിൽ വരുമ്പോൾ അത് കൈമാറണമെന്നാണ് വിചാരിക്കുന്നത്. അത് ഞാൻ തന്നെ എൻ്റെ ജീവിതം കൊണ്ട് ഇത് തീർക്കണം എന്നാണ് ആഗ്രഹിക്കുന്നത്. നമ്മൾ സ്വാഭാവികമായിട്ടും ഇന്നത്തെ കാലത്ത് പ്രത്യേകിച്ചും കേരളത്തിലുള്ള പേരൻസ് ചിന്തിക്കുന്നത് അവര് ജീവിതം ആസ്വദിക്കുന്നില്ല. കയ്യിൽ പൈസ ഉണ്ടാവും, അവരൊരു ഇന്റർനാഷണൽ ട്രിപ്പ് പോവുകയും അവരവരുടെ ജീവിതം ആസ്വദിക്കുക പലരും ചെയ്യാറില്ല. ഇപ്പൊ കുറേ കാലം മാറിയിട്ടുണ്ട്. ഞങ്ങൾ അങ്ങനെയല്ല. ഞങ്ങൾ വൺസ് ഇൻ എ ഇയർ ഒരു ഇന്റർനാഷണൽ ട്രിപ്പ് പോകുന്ന മക്കളടുത്ത് പറയും, ഞങ്ങൾ സ്വത്ത് സമ്പാദിക്കുന്നത് ഞങ്ങളുടെ ലൈഫ് എൻഡ് ഓഫ് ദ ലൈഫ് വരെ ഞങ്ങൾ മാക്സിമം ലാവിഷായിട്ട് ജീവിക്കും, പിന്നെ അവർക്ക് വേണ്ടി ഒന്നും കൊടുക്കില്ല എന്നല്ല. കാര്യം നമ്മൾ മക്കളോട് ചെയ്യുമ്പോൾ എൻ്റെ ഒരു കൺസെപ്റ്റാണ്, മക്കളോട് ചെയ്യുന്ന ഏറ്റവും വലിയ ദ്രോഹം അവർക്ക് വേണ്ടുന്ന എല്ലാം ഉണ്ടാക്കിയിട്ട് കൊടുക്കുക. നമുക്കൊക്കെ ഇല്ലായ്മ ഉണ്ടാകുമ്പോൾ ഉണ്ടല്ലോ ആ ഒരു നീഡ് വരും, കാശ് ഉണ്ടാക്കണം എന്ന് നീഡ് വരും. ഒരുപാട് പൈസയിൽ വളരുമ്പോൾ അവർക്ക് അതിന്റെ ഒരു വില അറിയത്തില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും അവർക്ക് ആ ഒരു അറിവ് പറഞ്ഞു കൊടുത്തുകൊണ്ട് നമ്മൾ സ്വത്ത് കൊടുക്കില്ല എന്നല്ല, നമ്മൾ സ്വത്ത് തീർച്ചയായിട്ടും കൊടുക്കും. സ്വത്ത് ഉണ്ടാക്കേണ്ടത് എങ്ങനെയാണെന്ന് പഠിപ്പിച്ചു കൊടുക്കും അവരുടെ ആവശ്യത്തിൽ. അല്ലാതെ നമ്മൾ എൻജോയ് ചെയ്യാതെ പല പേരൻസും അവരുടെ സ്വത്ത് എൻജോയ് ചെയ്ത് എല്ലാ മക്കൾക്ക് ഇങ്ങനെ കൊടുത്ത് അവരവസാനം ജീവിതത്തിൽ ഒരു സമയം എത്തുമ്പോൾ അയ്യോ ഞാൻ എൻ്റെ ലൈഫ് ജീവിച്ചില്ല, ഞാൻ ആസ്വദിച്ചില്ല, എൻ്റെ ജീവിതത്തിൽ ഞാൻ ഒന്നും നേടിയില്ല. ആ ഒരു വിഷമത്തിലേക്ക് വരാതെ നമ്മൾ ആദ്യം എൻജോയ് ചെയ്യുക, അതിനുശേഷം മക്കൾക്കും എല്ലാവർക്കും എല്ലാം ചെയ്തു കൊടുക്കണം. പക്ഷെ ആദ്യം അവരവരുടെ കാര്യം കൂടെ നമ്മൾ പരിഗണിക്കണം. കാരണം പലപ്പോഴും ഈ പാരൻസിന് പറയുന്നത് ഞാനൊരു ചായ പോലും കുടിക്കാതെ മാറ്റിവെച്ച പൈസയായിരുന്നു പറയും. ചിലപ്പോൾ അവരുടെ മക്കളുടെ ഇത് എന്താ പറയുക ലോൺ എടുത്തിട്ടുണ്ടായിരിക്കും അവരുടെ വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്ക്, അല്ലെങ്കിൽ വീടിൻ്റെ ലോൺ എടുത്തിട്ടുണ്ടായിരിക്കും. അവരുടെ ജീവിത കാലഘട്ടം മുഴുവൻ അല്ലെങ്കിൽ അവരുടെ നല്ല പ്രായം മുഴുവൻ ഈ ലോൺ അടച്ച് വീട്ടും. ഇത് കഴിഞ്ഞ് വരുന്ന സമയത്ത് ഇവരൊരു പക്ഷേ അബ്രോഡ് പോയേക്കാം, അവിടെ സെറ്റിൽഡ് ആയിരിക്കാം എന്നുള്ളത്. ഇവരെവിടെ ജീവിക്കുന്നത്, ഇവരെവിടെയാണ് ജീവിച്ചു തീർക്കുന്നത്, അവരുടേതായിട്ടുള്ള ഇഷ്ടത്തിന് ജീവിക്കുന്നത് എപ്പോഴാണ് സംഭവിക്കുന്നില്ലല്ലോ ശരിക്കും. അവർക്ക് പേരൻസ് നമ്മൾ ആർക്കും വേണ്ടി ത്യജിക്കണമെന്ന് എങ്ങും പറയുന്നില്ല. പേരൻസ് മനസ്സിലാക്കേണ്ടത് ആദ്യം നമ്മൾ നമ്മുടെ ജീവിതം സന്തോഷത്തോടെ ജീവിക്കുക, മക്കൾക്ക് വേണ്ടി എല്ലാം ത്യജിക്കാതെ നേരത്തെ പറഞ്ഞതുപോലെ അവനവന് വേണ്ടി കൂടെ ജീവിക്കുക. അവനവന് ദൈവം ജീവിതം തന്നേക്കെന്ന് വെച്ചാൽ ആ ജീവിതത്തിലെ ഓരോ നിമിഷത്തെയും നമ്മൾ ആഘോഷമാക്കണം. ഞാൻ എപ്പോഴും പറഞ്ഞ ലൈഫ് ഇസ് എ സെലിബ്രേഷൻ എന്ന് പറഞ്ഞു പഠിപ്പിക്കുന്ന സ്റ്റുഡൻസ്. ലൈഫ് ഇസ് എ സെലിബ്രേഷൻ. നമ്മൾ പണ്ട് കണ്ടിട്ടുണ്ട് ജീവിതം എന്ന് പറഞ്ഞാൽ സുഖ ദുഃഖ സമ്മിശ്രമാണ്, ലൈഫിൽ പ്രശ്നങ്ങൾ വരും ഇല്ല എന്നല്ല. ആ പ്രശ്നങ്ങൾ വരുമ്പം നമ്മൾ അതിനെ എങ്ങനെ നേരിടുന്നു അതാണ് ഇമ്പോർട്ടൻറ്റ്. പ്രശ്നങ്ങൾ വരുമ്പോൾ നമുക്ക് രണ്ട് രീതിയിൽ ചിന്തിക്കാം. ഒന്ന് നമുക്ക് തകർന്നടിയാം, തളരാം. നേരെ മറിച്ച് ഓക്കെ ഈ ഒരു പ്രശ്നം വന്നു, എനിക്കതിനകത്ത് എന്ത് സൊല്യൂഷൻ കണ്ടെത്താൻ പറ്റും, സൊല്യൂഷൻ കണ്ടെത്തുക, വീണ്ടും നമ്മൾ സന്തോഷത്തിലേക്ക് തിരിച്ചു വരിക. ഒരു മനുഷ്യൻ വിചാരിച്ചാൽ അവൻ എപ്പോഴും സന്തോഷമായിട്ടിരിക്കാൻ പറ്റും. അത് പറയുമ്പോൾ പലരും പറയും 24 മണിക്കൂർ ഒരു മനുഷ്യൻ സന്തോഷമായിരുന്നാൽ അവൻ എന്തോ പ്രശ്നം ഉണ്ടെന്ന് പറയും. പ്രശ്നം അവൻ മനഃപൂർവ്വം ആ ഹാപ്പിനെസ്സിലേക്ക് എത്തുന്നതാണ്. അവൻ്റെ സന്തോഷം നശിപ്പിക്കാനായിട്ട് ചുറ്റുമുള്ള വ്യക്തികളും സാഹചര്യങ്ങളും ശ്രമിച്ചുകൊണ്ടിരിക്കും. പക്ഷേ ഏത് സാഹചര്യത്തിലും നമ്മളൊന്ന് മനസ്സ് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ല സന്തോഷമായിട്ടിരിക്കാൻ പറ്റും. പക്ഷെ പലപ്പോഴും നമുക്ക് ഈ പാരന്റിങ് അല്ലെങ്കിൽ പാരൻസിലോട്ട് കിടക്കുമ്പോൾ തന്നെ നമ്മൾ കൂട്ടിച്ചേർത്ത് വെക്കുന്ന രണ്ട്
മക്കൾ അല്ലെ, ഇപ്പൊ ചിലപ്പോൾ സഹനം സാക്രിഫൈസ് ഒക്കെയാണ് അല്ലെ പാരന്റിങ് എന്ന് പറഞ്ഞാൽ തന്നെ അങ്ങനെ തന്നെ പഠിപ്പിച്ചു വെച്ചിരിക്കുകയാണ്. അവനവന്റെ ഇഷ്ടങ്ങളെ ത്യജിച്ചും അവർക്ക് വേണ്ടി ചെയ്തു കൊടുക്കാന്നുള്ള ഒരു സാധനം അല്ലെ, അത് അവർക്ക് കിട്ടി ശീലമാക്കി വരുന്നത്. അമ്മമാരുടെ കാലത്തായിരുന്നു കൂടുതൽ. ഇപ്പോഴത്തെ പേരൻസ് കുറെ മാറിയിട്ടുണ്ട്, അവരൊക്കെ കുറെ ജീവിതം ആസ്വദിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ ഇനിയുള്ള ജനറേഷനിലൊക്കെ അത് മാറി മാറി വരും. ഈ മാറ്റം എവിടെ കാണും? വിവാഹം കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ മറ്റേ ഈ പക്ഷികൾ കുഞ്ഞുങ്ങളെ അകറ്റുന്ന പോലെ ഈ അകറ്റി നിങ്ങൾ വളർന്നോളൂ, ഞങ്ങൾ ഞങ്ങളുടേതായിട്ടുള്ള ദാമ്പത്യ ജീവിതം സ്വസ്ഥമായി ജീവിക്കട്ടെ എന്ന ചിന്തയിലേക്ക് മാറുമോ എന്ന് തോന്നുന്നു? ഇനി അത് വരാൻ സാധ്യതയുണ്ട്. ഞാൻ ചിന്തിക്കാറുണ്ട്. ഞാൻ എൻ്റെ മൂത്ത മകൻ വിവാഹം കഴിഞ്ഞിട്ട് അവൻ്റെതായിട്ടുള്ള ഒരു ലൈഫ്, അവരുടെ ഒരു ഹാപ്പി ലൈഫ് അവർ ലീഡ് ചെയ്യട്ടെ. നമ്മൾ നമ്മുടേതായിട്ടുള്ള ഒരു സന്തോഷ ജീവിതം. ഇളയ മകനാകുമ്പോൾ അവൻ കല്യാണം കഴിഞ്ഞ് അവൻ വേറെ ലൈഫ് ലീഡ് ചെയ്യട്ടെ. അപ്പോൾ വല്ലപ്പോഴും കാണുമ്പോൾ ആ ഒരു ഐക്യത, സ്നേഹം അല്ലാത്തപ്പോൾ ഇല്ല എന്നുള്ളതല്ല. നമ്മൾ ആ ഒരു രീതിയിൽ അവരവരുടെ ലൈഫ് ആസ്വദിക്കുക, നമ്മൾ നമ്മുടെ ലൈഫ് ആസ്വദിക്കുക. ആ ഒരു രീതിയിൽ ഇനിയുള്ള കാലം മാറുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ പറയുന്നതിൽ തന്നെ ഒരു കാര്യമുണ്ട്, പണ്ട് കൂട്ടുകുടുംബമായിരുന്നു, പണുകുടുംബമായിട്ട് മാറിയിട്ട് ഉണ്ട് എന്നുള്ളത്. ഇതിൽ തന്നെ നമ്മുടെ മക്കള് പല സ്ഥലങ്ങളിലായിട്ട് വരും. ഈ പറയുമ്പോൾ ഈ ഒന്ന് അകന്ന് നിന്നാൽ അടുപ്പം കൂടും, അടുക്കും തോറും അകലും എന്ന് പറയുന്ന ഒരു പ്രയോഗമുണ്ട്. ചിലപ്പോൾ ഒരു പക്ഷേ ഉണ്ട്. ഈ പലപ്പോഴും ഈ കുടുംബജീവിതത്തിൽ അത് വേണം. വിവാഹം കഴിഞ്ഞിട്ട് അവർ വീട് മാറി താമസിച്ച് ആവശ്യകാര്യങ്ങൾക്ക് മാത്രം വരിക, അല്ലെങ്കിൽ ഒരുമിച്ച് കൂടുക, ചില ഒക്കേഷനിൽ മാത്രം. അതാണ് കുറച്ചുകൂടി നല്ലത്. പേഴ്സണൽ താല്പര്യമുണ്ട്. ഇപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം എന്ന് പറഞ്ഞാൽ ഞാൻ ഫുൾ ടൈം എൻ്റെ ജോബ് കാര്യങ്ങളായിട്ട് ബിസി ആയിട്ടുള്ള ഒരാളാണ്. അപ്പോൾ എനിക്ക് എന്താ പറയുക, ഈ പറയുന്ന പോലെ എൻ്റെ ലൈഫിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഞാൻ പറഞ്ഞത്. മക്കൾ അങ്ങനെ ഇൻഡിവിജ്വൽ ആയിട്ട് നിൽക്കുന്നത്, അങ്ങനെ ഒരു താല്പര്യമാണ് ഞാൻ. പക്ഷേ നമ്മൾ പറയുന്ന പോലെ ഒരുമയുണ്ടെങ്കിൽ ഒലക്കമേലും കിടക്കാന്ന് പറഞ്ഞ പോലെ നമുക്ക് പോസിറ്റീവായിട്ട് സഹകരിച്ചു പോകാൻ പറ്റുന്ന ആൾക്കാരാണെങ്കിൽ കൂട്ടുകുടുംബത്തിൽ ജീവിക്കുന്നത് നല്ലത് തന്നെയാണ്. പക്ഷേ ചില സ്വഭാവക്കാരായിട്ടുള്ള ആൾക്കാരോട് ചിലപ്പം അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ പാടായിരിക്കും. പല കുടുംബങ്ങളിലെ കാര്യം പറഞ്ഞാൽ ചിലപ്പോൾ നെഗറ്റീവ് മൈൻഡ് സെറ്റ് ഉള്ളവരായിരിക്കും, ഒട്ടും പറ്റാത്തവരായിരിക്കും. അങ്ങനെ ആകുമ്പോൾ ഒരു കുടുംബത്തിൽ നിന്ന് പ്രശ്നങ്ങൾ ഉണ്ടാകാതെ വല്ലപ്പോഴും കാണുമ്പോൾ തീർച്ചയായിട്ടും നല്ല സ്നേഹം ഉണ്ടാവും. അത് സത്യമാണ്. അതെല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ഈ പണ്ടൊക്കെ ഈ വരവറിഞ്ഞ് ചെലവഴിക്കുക എന്ന് പറഞ്ഞിരുന്നത്, ഇപ്പൊ അത് മാറ്റി മറ്റേ ചെലവിനനുസരിച്ചിട്ട് വരവുണ്ടാക്കണം എന്ന് പറയേണ്ട മാറ്റം സംഭവിച്ചു തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പൊ ഇവർക്ക് കൊടുക്കുന്ന ഒരു സാമ്പത്തിക ഉപദേശം എന്തായിരിക്കും ടീച്ചർ? അതായത് നമുക്ക് സമ്പത്തുണ്ടാക്കാൻ ഈ ഭൂമിയിൽ ഏതൊരു മനുഷ്യനും സമ്പത്തുണ്ടാക്കാൻ അവൻ വിചാരിച്ചു കഴിഞ്ഞാൽ പറ്റും. അളവറ്റ സമ്പത്ത്. അതായത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സബ് കോൺഷ്യസ് മൈൻഡിന്റെ പവർ ഉപയോഗിച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും അവരാഗ്രഹിക്കുന്ന അത്രയും അളവറ്റ സമ്പത്ത് ഉണ്ടാക്കാൻ പറ്റും. പലരും ഇതിനെക്കുറിച്ചൊന്നും അറിഞ്ഞുകൂടാതെ എന്നെ ആരും സഹായിക്കുന്നില്ല, ഒരു മനുഷ്യനും എന്നെ ഹെൽപ്പ് ചെയ്യുന്നില്ല, എൻ്റെ സഹോദരങ്ങൾ നല്ല നിലയിൽ, എൻ്റെ ബന്ധുക്കൾ നല്ല നിലയിൽ, ആരും എന്നെ സഹായിക്കുന്നില്ല, മറ്റുള്ളവരെ സഹായിച്ചിട്ട് വേണം എനിക്ക് സമ്പന്നനാകാൻ എന്ന് ചിന്തിക്കുന്നൊരു മൈൻഡ് സെറ്റ് ഉണ്ട്. അത് അവർക്ക് അറിഞ്ഞുകൂടാത്തത് കൊണ്ടാണ്. നമ്മൾ കറക്റ്റായിട്ട് നമ്മുടെ മൈൻഡ് പവർ യൂസ് ചെയ്യാൻ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും സമ്പത്ത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. സോ അതുകൊണ്ട് തന്നെ ഇപ്പൊ പലപ്പോഴും നമ്മൾ ചിന്തിക്കുന്നതും അങ്ങനെ തന്നെ. ആദ്യമാണെങ്കിൽ എന്താണോ അതിന്റെ വരവ് അതിനനുസരിച്ചായിരിക്കും ചെലവഴിക്കുക. ചിലപ്പോൾ അതിനൊരു മിച്ചം ബാക്കി വെച്ചിട്ടുണ്ടായിരിക്കും. ഇപ്പൊ ചിലപ്പോൾ അങ്ങനെയല്ല. കാരണം നമ്മുടെ ചെലവുകൾ അനുസരിച്ച്, അതുകൊണ്ട് തന്നെയാണ് ഈ ക്രെഡിറ്റ് കാർഡുകളുടെ സാധ്യതകൾ ഭയങ്കരമായിട്ട് കൂടിക്കൊണ്ടിരിക്കുന്നത്. കയ്യിൽ പണം ഇല്ലെങ്കിലും ഇപ്പത്തെ കാര്യം നടക്കട്ടെ, ഇത് ഞാൻ പിന്നീട് കുഴി അടച്ചോളാം എന്നുള്ള ചിന്ത വരും എന്നുള്ളത്. അപ്പൊ നമ്മള് പിന്നെ ചെലവ് തീർച്ചയായിട്ടും നമ്മൾ ചെലവ് ചുരുക്കി, അതായത് ഭയങ്കരമായിട്ട് ലാവിഷായിട്ട് കിട്ടുന്നത് അന്നന്ന് അടിച്ചുപൊട്ടിച്ച് തീർക്കണം എന്നുള്ളതല്ല. നമ്മൾ തീർച്ചയായിട്ടും സേവ് ചെയ്യണം. മിനിമം ഒരു 20% എങ്കിലും നമ്മൾ മന്ത്ലി ഇൻകത്തിന്റെ സേവ് ചെയ്യണം എന്നുള്ളത് തന്നെയാണ് പറഞ്ഞു കൊടുക്കുന്നത്. കാര്യം സേവിങ്സ് ഉണ്ടെങ്കിൽ മുമ്പോട്ടേക്ക് നമുക്ക് പോകുമ്പോഴത്തേക്ക് പ്രശ്നങ്ങൾ. ഇപ്പോൾ ജോലി ചെയ്തുകൊണ്ടിരിക്കുക, നമുക്ക് സാലറി ഉണ്ട്, പെട്ടെന്ന് ജോലി നഷ്ടപ്പെട്ടു, എന്ത് ചെയ്യും? സർവൈവ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് നമ്മൾ സേവ് ചെയ്ത് പ്രോപ്പറായിട്ട് സേവ് ചെയ്ത് വരവിനനുസരിച്ചുള്ള ചെലവിൽ നമ്മൾ നിന്നുകൊണ്ട് മൾട്ടിപ്പിൾ സോഴ്സസ് ഓഫ് ഇൻകം ജനറേറ്റ് ചെയ്ത് നിങ്ങളുടെ വരുമാനം കൂട്ടുക. അതിനനുസരിച്ച് നമ്മൾ സ്പെൻഡ് ചെയ്യുന്നതിൽ പിന്നെ പ്രശ്നം വരുന്നില്ല. ഞാൻ അതിൻ്റെ ഒപ്പം തന്നെ പലപ്പോഴും നമുക്കുണ്ടാവുന്ന ജീവിത ചെലവുകൾ, നമ്മുടെ ലിവിങ് എക്സ്പെൻസിന് അപ്പുറത്തേക്കായിട്ട് നമ്മൾ എടുക്കുന്ന ചിലപ്പോൾ വാഹനമായിരിക്കാം, മറ്റ് ചില അല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ടിലോ അല്ലെങ്കിൽ മറ്റു ട്രേഡിംഗ് പരിപാടികളിലായിരിക്കാം. നമ്മളുടെ മാസം വരുന്ന ഓട്ടോ ഡെബിറ്റ് ക്രമാതീതമായിട്ട് കൂടുന്നുണ്ടെങ്കിൽ നമ്മുടെ ഓട്ടോമാറ്റിക്കലി നമ്മൾ കൂടുതൽ പണം സമ്പാദിക്കാനുള്ള വർക്ക് ചെയ്യാനുള്ള ഒരു പ്രവണത കൂടില്ലേ? തീർച്ചയായിട്ടും. നീട് വന്നാൽ അപ്പൊ ഞാൻ നേരത്തെ ചോദിച്ചത്, അപ്പൊ നമ്മളിപ്പോ വരവനുസരിച്ച് ചെലവഴിക്കാതിനേക്കാൾ ഒപ്പം തന്നെ നമ്മുടെ ചെലവിനനുസരിച്ച് വരുമാനം വരും എന്നത് കൂടി അതായത് നമ്മുടെ ചെലവ് കൂടുന്നതിനനുസരിച്ച് നമ്മൾ കൂടുതൽ സോഴ്സസ് ഓഫ് ഇൻകം ജനറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും പണിയെടുക്കണം. വെറുതെ ഇരുന്നിട്ടല്ല പറയുന്നത്, പക്ഷേ ശ്രമിക്കണം. അതായത് ഇപ്പോ നമ്മൾ വെറുതെ ഇരുന്നിട്ട് എനിക്ക് കാശ് വേണം ചിന്തിച്ചാൽ നടക്കില്ല. ഒന്നുകിലും നമ്മളൊരു ബിസിനസ് ചെയ്യണം, അല്ലെങ്കിൽ ഒരു ജോലിക്ക് പോകണം. പലരും സമ്പന്നനാകണം, പക്ഷെ അവർക്ക് പണിയെടുക്കുന്നതിനോട് വലിയ താല്പര്യമില്ല. അപ്പൊ നമ്മൾ എന്തെങ്കിലും ഒരു ജോലിയോ ബിസിനസ്സോ ചെയ്തുകൊണ്ട് തന്നെ നമ്മൾ സമ്പത്ത് നേടണം. ഈ പലപ്പോഴും ഈ പണിയെടുക്കാൻ തയ്യാറായിരിക്കും, അവനവന് വേണ്ടത് എന്താണെന്നുള്ള ബോധ്യം ഉണ്ടായിരിക്കും. പക്ഷെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പൊ വെച്ച വാഴ ഇപ്പൊ തന്നെ കൊലയ്ക്കണം എന്ന് പറഞ്ഞ പോലെ തന്നെ ക്ഷമ ആർക്കും ഇല്ല. കാരണം ഇത് വേണം, ഇത് എപ്രകാരം ഇത് നേടിയെടുക്കാന്നുള്ളവർക്ക് ബോധ്യം ഉണ്ടാവും, പക്ഷെ പെട്ടെന്ന് വേണം, ഈ ഷോർട്ട് പീരീഡിൽ വേണം, ഇൻസ്റ്റന്റ് ആയിട്ട് റിസൾട്ട് കിട്ടണം എല്ലാവരും ചിന്ത വരണേ. ഇത് എത്രത്തോളം പിന്നോട്ട് വലിക്കും ആളുകൾ? തീർച്ചയായിട്ടും ഈ മൈൻഡ് പവറിന്റെ ഇത് യൂസ് ചെയ്യുമ്പോൾ ഇന്ന് നമ്മൾ ശ്രമിച്ചാൽ നാളെ നടക്കുമെന്ന് ഒരിക്കലും ഞാൻ പറയാറില്ല. കാര്യം നമ്മൾ മണ്ണിനകത്തൊരു വിത്ത് കുഴിച്ചു വെക്കുക, ആ വിത്ത് നമ്മൾ ഡെയിലി വെള്ളം ഒഴിച്ചു കൊടുത്താൽ നമ്മൾ നോക്കുമ്പോൾ പ്രത്യേകിച്ച് മണ്ണിന് മുകളിലേക്ക് കിളിച്ചൊന്നും വരുന്നില്ല.
അപ്പൊ നമ്മൾ വിചാരിക്കുന്നത് എന്താണ്, ഇത് വർക്ക് ചെയ്യുന്നില്ല. പലരും കുറച്ച് ദിവസം ചെയ്തിട്ട് ഈ പ്രാക്ടീസ് നിർത്തും. ഇത് മണ്ണിനടിയിൽ അത് മുളപൊട്ടി അതും മണ്ണിന് മുകളിലേക്ക് വരാൻ ഇച്ചിരി സമയമെടുക്കും. ആ ക്ഷമയോടെയുള്ള പ്രാക്ടീസ്. അപ്പം നമ്മൾ ഈ മൈൻഡ് പവർ പ്രാക്ടീസ് ആണെങ്കിൽ നമ്മൾ കൃത്യമായിട്ട് എല്ലാ ദിവസവും പ്രാക്ടീസ് ചെയ്തെങ്കിൽ മാത്രമേ നമുക്കത് റിസൾട്ട് കിട്ടത്തുള്ളൂ. അപ്പോൾ ഈ ലോകത്തിൽ പലർക്കും അറിഞ്ഞുകൂടാത്ത ഏറ്റവും വലിയ രഹസ്യമാണ് ഈ പറയുന്ന മൈൻഡ് പവർ, മനസ്സിന്റെ അനന്തമായ ശക്തി. അത് പണ്ടൊക്കെ വളരെ കുറച്ച് ആളുകളിലേക്ക് മാത്രം ഒതുക്കി വെച്ചിരുന്നു. സെലിബ്രിറ്റീസ്, സിനിമാ താരങ്ങൾ, അങ്ങനെയുള്ള കുറച്ച് ആളുകൾക്ക് മാത്രമേ അത് അറിയത്തുള്ളൂ. പക്ഷേ ഇപ്പം കുറേ ആളുകളിലേക്ക് പോയി സോഷ്യൽ മീഡിയ ഇത്രയും ഇതായ സമയത്ത് ഒരുപാട് പേരിലേക്ക് എത്തുന്നുണ്ട്. അത് കറക്റ്റായിട്ട് സ്പോർട്സ് താരങ്ങളാണെങ്കിലും സിനിമാ താരങ്ങൾ അവരൊക്കെ പറയുന്നത് കേട്ടില്ല, ഞങ്ങൾ ഇത് ഉപയോഗിച്ചു, മൈൻഡ് പവർ ഉപയോഗിച്ചു, അല്ലെങ്കിൽ ലോ ഓഫ് അട്രാക്ഷൻ ഉപയോഗിച്ചു, ഞങ്ങൾ ഇതൊക്കെ നേടിയത് അതിലൂടെയാണ്. അപ്പോൾ സാധാരണക്കാരും ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ എല്ലാ മനുഷ്യർക്കും അവരാഗ്രഹിക്കുന്ന സക്സസ്സിലേക്ക് തീർച്ചയായിട്ടും എത്താൻ പറ്റും. അതിപ്പം ആരോഗ്യത്തിന്റെ മേഖലയിലാണെങ്കിലും എത്ര വലിയ ഹെൽത്ത് ഇഷ്യൂസിലൂടെ കടന്നു പോകുന്ന വ്യക്തിയാണെങ്കിലും അവർക്ക് പരിപൂർണ്ണ ആരോഗ്യത്തിലേക്ക് എത്താൻ പറ്റും. എത്ര റിലേഷൻഷിപ്പ് ഇഷ്യൂ ആണെങ്കിലും അവർക്ക് ആ എല്ലാ റിലേഷൻഷിപ്പും അവർക്ക് പെർഫെക്റ്റ് ആക്കാൻ പറ്റും. അവരാഗ്രഹിക്കുന്ന ജോലി, അവരാഗ്രഹിക്കുന്ന ബിസിനസ്, അതിൻ്റെ വളർച്ച, വീട്ടിൽ എപ്പോഴും സന്തോഷം. ഞാൻ പറയും 24/7 ഹാപ്പിനെസ്, 24 മണിക്കൂറും വേണമെന്ന് വെച്ചാൽ അവന് സന്തോഷമായിരുന്നുകൊണ്ട് ഭൂമിയിൽ സ്വർഗം സൃഷ്ടിക്കാൻ അവന് കഴിയും. ഇത് പലപ്പോഴും ഇത് ശീലിക്കുന്നതിൻ്റെ ഒപ്പം തന്നെ തൈ നട്ടിട്ട് ഇടയ്ക്ക് പറിച്ചോക്കണം പോലെ വേര് വന്നോ എന്ന് നോക്കിക്കൊണ്ടിരിക്കലാണ് അല്ലേ? അതാണ് പ്രശ്നം. നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ റിസൾട്ട്. അപ്പം പിന്നെ ഇതൊക്കെ ഞാൻ പ്രാക്ടീസ് ചെയ്തു, അവർ പറയുന്ന കേട്ടോ ആ ടെക്നിക്ക് ഞാൻ ചെയ്തു, ഇത് നടന്നില്ല എന്ന് പറയും. ഫസ്റ്റ് ഓഫ് ഓൾ മൈൻഡ് സെറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ്. നമ്മളുടെ മൈൻഡ് സെറ്റ് എന്താണ്? ഏതു സമയവും കരഞ്ഞ് ജീവിച്ചിട്ട് നെഗറ്റീവ് ചിന്തിച്ചിട്ട് എനിക്കൊരു മാറ്റവും വരുന്നില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ നമ്മൾ എപ്പോഴും സന്തോഷമായിരിക്കാനും നമ്മൾ ആ ഹൈ വൈബ്രേഷനാണ് സീക്രട്ട് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും സന്തോഷമായി ഇരുന്നിട്ട് എൻ്റെ സ്റ്റുഡൻസിന് പഠിപ്പിച്ചു കൊടുക്കുന്നത്. നമുക്ക് അവർക്കൊരു റോൾ മോഡൽ, ഒരു വ്യക്തി ജീവിച്ച് കാണിക്കുകയാണ്. ഏറ്റവും സ്ക്രാച്ചിൽ നിന്ന് ഒന്നുമില്ലായ്മ. ഞാനൊരു സ്കൂൾ ടീച്ചറായിരുന്നു. 7,000 രൂപ സാലറിയിൽ നിന്നൊരു വ്യക്തിയാണ്. ഇന്ന് അവിടെ നിന്ന് ഒരു മൾട്ടി മില്യനെയർ ലെവലിലേക്ക് ഞാൻ എത്തി. ഞാൻ കഴിഞ്ഞൊരു ഇന്റർവ്യൂവിലും പറഞ്ഞിരുന്നു, നമ്മൾ ഇപ്പോൾ ഉപയോഗിക്കുന്ന കാർ എന്ന് പറഞ്ഞാൽ BMW X7. ഞാനത് മനഃപൂർവ്വം മാനിഫെസ്റ്റ് ചെയ്ത കാര്യം എന്താ? പ്രത്യേകിച്ചും സ്ത്രീകളെ ഇൻസ്പയർ ചെയ്യാൻ. മക്കളെ, ടീച്ചർമാർക്ക് അത് പറ്റുമെങ്കിൽ നിങ്ങൾക്കും പറ്റും. അപ്പൊ അവർക്കത് പഠിപ്പിച്ചു കൊടുത്തുകൊണ്ട് നമ്മളത് റോൾ മോഡലായി ജീവിച്ച് കാണിക്കുമ്പോൾ യെസ്, ഒന്നുമില്ലായ്മയെന്ന് ടീച്ചറിനെ കയറി വന്നെങ്കിൽ നമുക്കും പറ്റും. അപ്പോൾ അവിടെ മറ്റുള്ളവർ ചിലർ പറയുന്നത് അറിയാം, ടീച്ചർ കോച്ച് ആയതുകൊണ്ട് പറ്റും. നമ്മൾ എൻ്റെ സ്റ്റുഡൻസ് എല്ലാവരും ലൈഫ് കോച്ചസ് അല്ല. നമ്മുടെ സ്റ്റുഡൻസ് പല ബിസിനസ് ചെയ്യുന്നവരുണ്ട്. ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് സൗദിയിൽ ഒരു സാർ, അദ്ദേഹം പുതിയൊരു ഹാർഡ്വെയറിൻ്റെ ഷോപ്പ് തുടങ്ങി നല്ല രീതിയിൽ ബിസിനസ് സക്സസ്ഫുൾ ആയി മാസം ലക്ഷങ്ങൾ ഏൺ ചെയ്യുന്നു. മറ്റൊരു സ്റ്റുഡൻറ്റ് കോഴിക്കോടുള്ള അദ്ദേഹം ഈ ആർട്ടിഫിഷ്യൽ ഓർണമെന്റ്സിന്റെ ബിസിനസ്, അദ്ദേഹം ദിവസം ലക്ഷങ്ങൾ ഏൺ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതുകൊണ്ട് ആ ഒരു കോഴ്സ് പഠിപ്പിച്ചു കൊടുക്കുന്നത് കൊണ്ട് മാത്രം അത് നേടിയെന്ന് പറയുന്നതിൽ അർത്ഥമില്ല. ഏതൊരു ബിസിനസ് ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ ജോലി ആണെങ്കിൽ നമുക്ക് അതിലേക്ക് എത്താൻ പറ്റും. ഈ ശരിക്കും ഈ വണ്ടി എടുക്കുക എന്നുള്ള ഒരു പ്രചോദനം മാനിഫെസ്റ്റ് ചെയ്യുന്നതിന്റെ റീസൺ എന്താ? ശരിക്കും മാനിഫെസ്റ്റ് ചെയ്തതിന്റെ റീസൺ, നമുക്ക് ഓൾറെഡി ഒരു കാറുണ്ട് ബലേനോ. അപ്പോൾ എനിക്ക് ഒരു ലക്ഷറി കാറ് മാനിഫെസ്റ്റ് ചെയ്യണം. കാര്യം ജീവിതത്തിൽ ഞാൻ വലുത് ചെയ്ത് കാണിച്ചിട്ട് മറ്റുള്ളവരോട് പറയുകയാണെങ്കിൽ അത് മറ്റുള്ളവർക്ക് ഒരു ഇൻസ്പിറേഷനാണ്. അങ്ങനെ ഞാൻ ആ ഒരു കാറ് മാനിഫെസ്റ്റ് ചെയ്യണം എന്ന് വളരെയധികം ആഗ്രഹിക്കുകയും ഞാൻ എൻ്റെ വിഷൻ ബോർഡിനകത്ത് അതിന്റെ ചിത്രം ഒട്ടിച്ചു വെച്ച് ഡെയിലി വിഷ്വലൈസ് ചെയ്യും. നമ്മൾ ആ കാർ തീർച്ചയായിട്ടും എനിക്ക് ആദ്യം ഇതിനെക്കുറിച്ച് വലിയ അറിവൊന്നുമില്ല. അപ്പോൾ എൻ്റെ ചേച്ചിയുടെ മോനാണ് പറഞ്ഞത്, ചിറ്റ BMW X7 അത് SUV മോഡൽ ഇന്ത്യയിൽ അവൈലബിൾ ആയിട്ടുള്ള വൺ ഓഫ് ദ ടോപ്പ് മോഡലാണ്. അപ്പോൾ നമുക്കത് നല്ലൊരു കാറാന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു ചിത്രം അവനെ കൊണ്ട് അടുപ്പിച്ചിട്ട് ഞങ്ങൾ 4 പേരും കൂടെ നിൽക്കുന്ന ആ കാറിൻ്റെ മുമ്പിൽ നിൽക്കുന്ന ഒരു ചിത്രം എടുത്തിട്ട് മൊബൈലിൻ്റെ വാൾപേപ്പർ ആക്കി സെറ്റ് ചെയ്തു. എൻ്റെ വിഷൻ ബോർഡിലും സെറ്റ് ചെയ്തിട്ടു. ഡെയിലി വിഷ്വലൈസ് ചെയ്യും. ഈ കാറിൽ ഞങ്ങൾ മൂന്നാറിൽ പോകുന്നത്, മൂന്നാറിലെ തേയിലത്തോട്ടങ്ങൾക്ക് ഇടയിലൂടെയുള്ള ആ റോഡിലൂടെ ഞങ്ങൾ ഇങ്ങനെ പോയി ആ സൺറൂഫ് തുറന്ന് കൈകൾ വെളിയിലേക്ക് ഇട്ട് താങ്ക് യു യൂണിവേഴ്സ് എന്നൊക്കെ വിളിച്ച് പറഞ്ഞ ഫീലിങ്ങോടുകൂടി ഞാൻ നിരന്തരം വിഷ്വലൈസ് ചെയ്തു. സത്യം പറഞ്ഞാൽ ആ കാർ എടുക്കാൻ അതിൻ്റെ അഡ്വാൻസ് കൊടുക്കാനായിട്ട് 1 ലക്ഷം രൂപ പോലും കയ്യിലില്ലാതിരുന്ന ഒരു അവസ്ഥയാണ്. അപ്പം നമ്മൾ എന്ത് കാറിന് 1,65,00,000 രൂപയുടെ കാറാണ്. 1,65,00,000 രൂപയ്ക്ക് കയ്യിലെ ഡൗൺ പേയ്മെന്റ് കൊടുക്കാൻ 1 ലക്ഷം കയ്യിലില്ല. സത്യം ഇല്ലാത്തൊരവസ്ഥയാണ്. അപ്പോൾ നമ്മൾ ഫീലിംഗ് ഈസ് ദ സീക്രട്ട് എന്ന് പറയും. നിങ്ങൾക്ക് എന്താണോ മാനിഫെസ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അതിന്റെ ഫീലിംഗ് നിങ്ങളുടെ. ഇപ്പം നമുക്കൊരു ഐഫോൺ വേണം, നമ്മൾ കടയിൽ പോയിട്ട് ഐഫോൺ എടുത്ത് കയ്യിലേക്ക് വെച്ചിട്ട് എൻ്റെ ഫോൺ ആണെന്നുള്ള രീതിയിൽ ഫീൽ ചെയ്ത് പിന്നെ നമ്മളത് വിഷ്വലൈസ് ചെയ്യുമ്പോൾ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് ഇത് റിയാലിറ്റി ആണോ നമ്മൾ ആക്ട് ചെയ്യുന്നതാണോ എന്ന് അറിയില്ല. നമുക്കത് മാനിഫെസ്റ്റ് ചെയ്യും. അപ്പം ഞങ്ങൾ നേരെ ട്രിവാൻഡ്രം EVM ഓട്ടോക്രാഫ്റ്റിൽ പോവാണ്. അവിടെ ചെന്ന് ഇങ്ങനെ നോക്കുമ്പോൾ നമ്മൾ ആദ്യം X3 ഇങ്ങനെ നോക്കി. X3യുടെ അടുത്ത് ഒരു വലിയ കാർ കിടക്കുന്ന X7. അപ്പം നമ്മൾ ചെന്നിട്ട് ഈ X7ൽ കയറി നോക്കി. അപ്പോൾ സെയിൽസ്മാൻ പറഞ്ഞു, സാർ ഇത് റീസെന്റ് ആയിട്ട് കല്യാണരാമനാണ് എടുത്തിരിക്കുന്നത്. TS കല്യാണരാമൻ. ഇത് X3 ആയിരിക്കും സാറിന് നല്ലതെന്ന് പറഞ്ഞു. അപ്പം എൻ്റെ മനസ്സിൽ TS കല്യാണരാമൻ അത് എടുത്തിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന് അത് പറ്റുമെങ്കിൽ നമുക്കത് പറ്റില്ല എന്ന് പറയുമ്പോൾ സെയിൽസ്മാൻമാർ മനഃപൂർവ്വം അങ്ങനെയുണ്ട്. അപ്പൊ അവരുദ്ദേശിച്ചത് അത് തന്നെയാണ്. അപ്പൊ എനിക്ക് സ്വാഭാവികമായിട്ട് എനിക്ക് അങ്ങനെയൊക്കെ ഒരു ട്രിഗർ കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ ഭയങ്കരമായിട്ട് ഇതാകുന്ന ഒരു വ്യക്തിയാണ്. അപ്പം എനിക്കിങ്ങനെ തോന്നി, ഓക്കെ ആ TS കല്യാണരാമൻ അത് പറ്റും, എനിക്കത് പറ്റില്ല എന്നുള്ളത് അതിന് ഞാനൊരു പോസിറ്റീവായിട്ട് എടുത്തു. ഞാൻ പറഞ്ഞു, ഞാൻ മേടിക്കുന്നുണ്ടെങ്കിൽ X7 മേടിക്കും.
എന്ന് ഞാൻ തീരുമാനിച്ചു. ഇത് സത്യത്തിൽ ഈ മാനിഫെസ്റ്റേഷൻ നടക്കുകയാണ് ചെയ്തത്, അതോ സെയിൽസ്മാന്റെ ട്രിഗറിൽ വീണ് പോയിട്ട് നമ്മുടെ ഈഗോ അല്ല, X7 എന്ന് പറയുന്നത് നമുക്ക് ഒരു ആദ്യം ഞാൻ പറഞ്ഞു എനിക്ക് BMW കുറിച്ച് BMW കാറെന്നേ അറിയത്തുള്ളൂ, അത് ഏത് കാർ എന്തെന്നുള്ളത് അറിയില്ല. പിന്നീടാണ് ഞാൻ ഇതിനെ കുറിച്ച് പറയുമ്പോൾ ചേച്ചിയുടെ മോൻ ഇങ്ങനെ പറഞ്ഞത് ടോപ്പ് മോഡൽ ആണ് എന്നുള്ളത്. അന്നേരം എനിക്ക് തോന്നി ഈ അവിടെ കടയിൽ ചെന്ന് നിൽക്കുമ്പോൾ ഈ ഒരു X7 കണ്ടപ്പോഴത്തേക്ക് ഓക്കെ ഇതാണല്ലോ ഒന്നുകൂടെ നല്ല, അതിനകത്ത് കയറി അതിന്റെ ലക്ഷറി ഒക്കെ കണ്ടപ്പോഴത്തേക്ക് ഓക്കെ നമുക്ക് തോന്നി ഇത് തന്നെ ഫിക്സ്, നമ്മൾ എന്തായാലും എടുക്കുന്നെങ്കിൽ ഇത് എടുക്കും. അപ്പൊ ആലോചിക്കണം, 1 ലക്ഷം രൂപ അഡ്വാൻസ് കൊടുക്കാൻ കയ്യിൽ കാശില്ല. പക്ഷേ ഞങ്ങൾ നേരത്തെ പറഞ്ഞ ഓർമ്മയുണ്ടോ, നീട് വന്നാലേ കാശ് വരൂ, എങ്ങനെയും 1 ലക്ഷം രൂപ വെച്ച് കൊണ്ടുവന്ന് ഞങ്ങളത് അടച്ചിട്ടു. ഇവിടെ അവിടെ വിളിച്ചു ചോദിക്കും പൈസ അടച്ചില്ലെങ്കിൽ അല്ല ബാക്കി പൈസ അടച്ചില്ലെങ്കിൽ പൈസ പോകും 1 ലക്ഷം. അപ്പൊ അവർ പറഞ്ഞില്ല അതവിടെ കിടക്കും, എപ്പോഴായാലും വന്നാൽ മതി. അങ്ങനെ സത്യം പറഞ്ഞു കഴിഞ്ഞാലും നിരന്തരം ഇതിന് എന്ത് ചെയ്യും ലോ ഓഫ് അട്രാക്ഷൻ വർക്ക് ചെയ്യുന്നത് ഇങ്ങനെയാണ്. എന്താണോ നമുക്ക് വേണ്ടത് അതിതീവ്രമായിട്ട് ആഗ്രഹിക്കുന്ന കാര്യം നമ്മളിലേക്ക് എത്തിച്ചു തരാനായിട്ട് ഈ പ്രപഞ്ചം പോലും നമ്മുടെ കൂടെ നിൽക്കുന്ന. അപ്പൊ അതെനിക്ക് നേടണം, അതിനുവേണ്ടി എന്ത് ചെയ്യണം എന്ന് ചിന്തിച്ച് അത് നിരന്തരമായിട്ട് നമ്മൾ വിഷ്വലൈസ് ചെയ്യും ചിന്തിക്കുകയും ചെയ്യുമ്പോൾ അതിനുള്ളൊരു ഐഡിയ നമ്മളിലേക്ക് വരും. ആ ഒരു ഐഡിയ നമ്മളിലേക്ക് വന്നു, ശരിക്കും അതിനെ അപ്ലൈ ചെയ്തു, അതിന് വേണ്ടുന്ന പൈസ നമ്മളിലേക്ക് വന്നു. ഇന്ന് നമ്മളിപ്പോൾ കാർ എടുത്തിട്ട് ഈ ടീച്ചർ ഏകദേശം 37 വയസ്സിലാണ് തിരിച്ചറിവ് വന്നത് അല്ലേ? ഞാനിവിടെ നിന്ന് ഇങ്ങോട്ടുള്ള ഒരു സമയമുണ്ട്. ഈ സമയത്തിനിടയ്ക്ക് പല ഇമോഷണൽ സാഹചര്യങ്ങളിലും കടന്നു പോയിട്ടുണ്ടായിരിക്കാം, കുറേ സംഭവങ്ങളുണ്ടായിരിക്കും. അപ്പോൾ ടീച്ചർ പറയുന്നുണ്ട് ഏതൊരു സിറ്റുവേഷനിലും നമ്മൾ ഹാപ്പി ആയിട്ടിരിക്കുക എന്നുള്ള പറയുന്നൊരു കാര്യമുണ്ട്. ഇതിലേതാ യാഥാർത്ഥ്യം അല്ലെ? എത്ര സിറ്റുവേഷനോടെ പോകുമ്പോൾ എനിക്ക് ആ വിഷമം എനിക്ക് ഫീൽ ചെയ്യാറില്ല എന്നതാണോ, മറിച്ച് എത്ര സിറ്റുവേഷനിലെ പെയിൻ എൻജോയ് ചെയ്യാൻ ഞാൻ ശീലിച്ചു, ഏതാ ശരി? അങ്ങനെയല്ല, സിറ്റുവേഷൻസ് നമുക്കുണ്ടാവും. ഇപ്പോൾ ആരെങ്കിലും വന്നിട്ട് നമ്മളടുത്ത് ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്യുന്നു അല്ലെങ്കിൽ ഇതായിട്ട് പെരുമാറുമ്പം സ്വാഭാവികമായിട്ടും നമ്മളെല്ലാം സാധാരണ മനുഷ്യരാണ്. അപ്പം നമ്മളെ മാറ്റിയെടുക്കുകയാണ്. എന്ന് വിചാരിച്ച് നമ്മൾ ആ കംപ്ലീറ്റ് ജനിച്ചപ്പോൾ മുതലേ അങ്ങനെ ആയിരുന്നു എന്നല്ല, നമ്മൾ ആ നെഗറ്റീവ് മൈൻഡ് സെറ്റിൽ ഇരുന്നപ്പോൾ ഇത് പെട്ടെന്ന് നമ്മളെ എഫക്റ്റീവ് ആയിരുന്നു. നിരന്തരം നമ്മൾ നമ്മുടെ മനസ്സിനെ മാറ്റിയെടുത്ത് ആളുകൾ ഇങ്ങനെ പറയുമ്പോൾ നെഗറ്റീവായിട്ടുള്ള ആളുകളാണ്, നെഗറ്റിവിറ്റി രോഗം ബാധിച്ച മനുഷ്യരാണ്, അവർക്ക് ആരോട് എങ്ങനെ പറയണമെന്ന് സംസാരിക്കണമെന്ന് അറിയില്ല, പ്രവർത്തിക്കണമെന്ന് അറിയില്ല. അവരത് പറയുന്നതിനനുസരിച്ച് ഞാൻ എൻ്റെ സന്തോഷം പോയ എനിക്ക് ഫുൾ ടൈം ഹാപ്പി ആയിരിക്കാൻ പറ്റില്ല, ക്ഷമിച്ചുകൂടും, പുറത്തുകൂടും. അപ്പോൾ അവരോട് ക്ഷമിക്കാനായിട്ട് നമുക്കൊരു മനസ്സുണ്ടായി. ഞാൻ പറഞ്ഞില്ല, പ്രാക്ടീസൊക്കെ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് പിന്നെ അവരോട് ദേഷ്യമില്ല. എനിക്ക് ഈ ഭൂമിയിൽ ഒരു മനുഷ്യരോടും ദേഷ്യമില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് റിലേഷൻഷിപ്പിൽ പ്രശ്നം വരുന്നത്, റിലേഷൻഷിപ്പിൽ എപ്പോഴും പ്രശ്നം വരുന്നത് ഈ ഒരു ഫോർഗീവ്നെസ് കൊടുക്കാൻ പറ്റാത്തതുകൊണ്ട് നമ്മുടെ ഈഗോ വർക്കൗട്ട് ചെയ്യും. ഞാനൊരു മനുഷ്യൻ്റെ മുമ്പിൽ താഴ്ന്നു കൊടുക്കത്തില്ല, ഞാൻ എന്തിനു താഴ്ന്നു കൊടുക്കണം? ഐ ആം റൈറ്റ്, യു ആർ റോങ്. ഇതാണ് നമ്മൾ എപ്പോഴും വാദിക്കുന്ന ഒരു കാര്യം. ആ ഈഗോ എന്ന് മാറ്റി വെച്ചാൽ നമുക്ക് ഈ വീടുകൾ, ഞാൻ എപ്പോഴും പറഞ്ഞിരിക്കുന്നത്, നമ്മുടെ വീടിനെ സ്വർഗമാക്കി മാറ്റാൻ പറ്റും. ഫാമിലിയിലുള്ള എല്ലാ റിലേഷൻഷിപ്പും നമുക്ക് പെർഫെക്റ്റ് ആക്കാൻ പറ്റും. ഈ പലപ്പോഴും നമ്മൾ പറയുന്ന ഒരു കാര്യമാണ് ഈ തീയിൽ കുരുത്തൻ വെലുത്തു പാടില്ല എന്ന് പറയും അല്ലേ? ഇപ്പം നമുക്ക് കുറേ മാനസികമായിട്ട് വിഷമം ഉണ്ടാക്കുന്ന ഒരാളാണ്, ചെറുപ്പം തൊട്ടേ കുറേ അവസ്ഥകളോട് പോകുന്ന ഒരാളാണ്. അപ്പോൾ അവർക്ക് കിട്ടുന്ന ചെറിയ വിഷമങ്ങളൊന്നും ഇത് എഫക്റ്റ് ചെയ്യാതെ വരും. നമ്മൾ പലപ്പോഴും പറയാറുണ്ട് ഇതിലും വലുത് കണ്ടവനാണ് എന്ന് പറയാറുണ്ട്. അപ്പോൾ ഈ എപ്പോഴും സന്തോഷം ഉണ്ടാവും എന്ന് പറയുമ്പോഴും ഈ സന്തോഷം മാത്രം കണ്ടുവരുന്നവർക്ക് ചെറിയ വിഷമം വരുമ്പോൾ അവർക്ക് ഡിഫെൻഡ് ചെയ്യാൻ പറ്റും. അവർക്ക് അതിനെ ഇപ്പൊ രോഹൻ പറഞ്ഞ പോലെ ലൈഫിൽ കുറേയേറെ പ്രശ്നങ്ങളിലൂടെ കടന്നു വന്നൊരു വ്യക്തിയാണ് ഞാൻ. അപ്പൊ ലൈഫിൽ ഇനി അനുഭവിക്കാൻ, അതായത് മേലെ ആകാശം താഴെ ഒന്നുമില്ല. അതുകൊണ്ട് ഇനിയിപ്പോൾ ആരെന്ത് പെയിൻ തന്നാലും അനുഭവിച്ചതിന് ഒന്നും ഈക്വൽ ആവത്തില്ല. അതുപോലെ വേദനയിലൂടെ ഞാൻ നെർവ് കംപ്രഷൻ എന്നൊക്കെ പറയുന്ന അവസ്ഥ സഹിക്കാൻ പറ്റാത്ത വേദനയാണ്. എൻ്റെ ഡോക്ടർ ഹസ്ബൻഡിനോട് ചോദിച്ചു, ടീച്ചർ എങ്ങനെ ഇത്രയും വേദനയെ സഹിക്കുന്നത്? സഹിച്ച് ഇനിയിപ്പോൾ അതിനപ്പുറം ഒരു വേദന ഇല്ലല്ലോ, അത് എന്ത് വന്നാലും. അതാണ് ഞാൻ പറഞ്ഞത്, അവിടെ വരുമ്പോൾ നമ്മൾ മൈൻഡ് സെറ്റ് അങ്ങനെ ആക്കി എടുക്കുന്നത്. പോട്ടെ, ക്ഷമിച്ചുകൂടി. ഞാൻ ചിന്തിക്കുന്നത് എന്തറിയാം, നമ്മൾ ഈ ഒരു ഷോർട്ട് സ്പാൻ ഓഫ് ലൈഫ് ഈ ഭൂമിയിൽ ജീവിക്കാൻ വന്നവരാ. നമുക്കിനി എത്ര ദിവസം ആയുസ് ഉണ്ടെന്ന് നമുക്കറിയില്ല. നമ്മൾ ആൾക്കാരോട് കിടന്ന് മല്ലിട്ട് അടിച്ച് അവരെ കുറ്റം പറഞ്ഞ് ചെളിവാരി എറിഞ്ഞ് യൂട്യൂബ് വീഡിയോയ്ക്കൊക്കെ താഴെ നെഗറ്റീവ് കമൻറ്റുകളൊക്കെ ഇട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പലരും നെഗറ്റീവ് ഒക്കെ പറയുന്നത് കാണാം. നമ്മൾ ഒന്ന് മനസ്സ് വെച്ച് നമ്മൾ മറ്റുള്ളവരെ വേദനിപ്പിക്കുക. ഇപ്പോൾ ഒരു വീഡിയോ നമുക്ക് ഇഷ്ടപ്പെട്ടില്ല, നമ്മളത് വീഡിയോ കാണണ്ട. നമ്മൾ അവിടെ ചെന്നിട്ട് നമുക്ക് എനിക്ക് അതിനുള്ള സ്വാതന്ത്ര്യം ഉണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ ആ നെഗറ്റീവ് പറയുമ്പോൾ, നമ്മൾ ആ എറിയുമ്പോൾ, ആ കല്ലെറിയുന്നവനൊരു വേദനയുണ്ടാവും. തീർച്ചയായിട്ടും അവനത് കിട്ടുമ്പോൾ, ഇപ്പോൾ എന്നെയാണ് പറയുന്നത്, തീർച്ചയായിട്ടും എനിക്ക് വേദനയുണ്ടാവും. രോഹനെ നെഗറ്റീവ് പറയുമ്പോൾ താങ്കൾക്ക് വേദന ഉണ്ടാവും. അങ്ങനെ നമ്മൾ ഒരു മനുഷ്യനെ നമ്മളെ ഒരു വാക്കുകൾ കൊണ്ടോ ഒരു കമൻറ്റ് കൊണ്ടോ ഒന്നും വേദനിപ്പിക്കാതെ ഇനിയുള്ള ജീവിതം നമ്മുടെ ആ ചുരുങ്ങിയ ദിവസം എല്ലാവരെയും സ്നേഹിച്ചുകൊണ്ട്, എല്ലാവർക്കും ഒന്ന് പുറത്തു കൊടുത്തുകൊണ്ട്, നമ്മളൊന്ന് സ്വയം സമാധാനമായിരുന്നു കൊണ്ട്, എല്ലാവർക്കും സന്തോഷം കൊടുത്തുകൊണ്ട് നമുക്ക് എന്തുകൊണ്ട് ഈ ഭൂമിയിൽ സ്വർഗം സൃഷ്ടിച്ചുകൂടാ? എല്ലാവരും അങ്ങനെ ഒരു തോട്ട് പ്രോസസ്സിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നമ്മുടെ ഈ ഭൂമിയിലെ ജീവിതം എത്ര മനോഹരമാവും. ഞാൻ അതുകൊണ്ട് നേരത്തെ ചോദിച്ചു, അപ്പോൾ അത്തരത്തിൽ സന്തോഷങ്ങൾ മാത്രം ഉണ്ടാവുന്നവർക്ക് ശരിക്കും വിഷമങ്ങൾ പെട്ടെന്ന് ഉൾക്കൊള്ളാൻ പറ്റുക? അതായത് നമ്മുടെ മൈൻഡ് സെറ്റ് അങ്ങനെ ആക്കി എടുക്കണം. അതായത് നമ്മളൊരു മെന്റൽ ടഫ്നെസ് ക്രിയേറ്റ് ചെയ്യണം. ഞാൻ ഭയങ്കര സോഫ്റ്റ് ഹാർട്ടഡ് പേഴ്സൺ ആയിരുന്നു. നിരന്തരം എന്തെങ്കിലും ഒരു സാഹചര്യം വന്നാൽ ഭയങ്കരമായിട്ട് കരയുക, നിലവിളിക്കുക, അങ്ങനെയൊക്കെ ഉള്ള സ്വഭാവമായിരുന്നു. പക്ഷെ ഞാൻ നിരന്തരമായിട്ട് എൻ്റെ മനസ്സിനെ ഇങ്ങനെ പാകപ്പെടുത്തി എടുത്തതാണ്. കാര്യം ഏത് സിറ്റുവേഷനിൽ നമുക്ക് വിത്ത്സ്റ്റാൻഡ് ചെയ്യണം.
നമുക്ക് പ്രശ്നങ്ങൾ വരുമ്പോൾ അതിനനുസരിച്ച് ഡൗൺ ആയി പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അത്രയും നമ്മുടെ ഫ്രീക്വൻസി ലെവലിൽ താഴേക്ക് പോകും. ഫ്രീക്വൻസി എന്ന് പറയുന്നത് നമ്മുടെ ചിന്തകളുടെ ക്വാളിറ്റിയാണ് നമ്മുടെ ഫ്രീക്വൻസി തീരുമാനിക്കുന്നത്. ഇപ്പോൾ ഉയർന്ന ചിന്തകളിലുള്ള പോസിറ്റീവ് ചിന്തയിലുള്ള ഒരു വ്യക്തിയാണെങ്കിൽ അവരുടെ ഫ്രീക്വൻസി തലം ഉയർന്നായിരിക്കും. അവർ ഹൈ ഫ്രീക്വൻസിയിൽ നിൽക്കുമ്പോൾ അവരൊരു മാഗ്നറ്റായി മാറും. അവർക്ക് ചുറ്റും അവരാഗ്രഹിക്കുന്നതെല്ലാം ഈസി ആയിട്ട് അവർക്ക് ലൈഫിൽ അട്രാക്ട് ചെയ്യാൻ പറ്റും. ഇപ്പം ഞാൻ ഈ പറഞ്ഞ കാറാണെങ്കിലും ഈ സക്സസ് ആണെങ്കിലും ഇതെല്ലാം നമ്മുടെ ആ ഹൈ ഫ്രീക്വൻസിയിൽ ഇരിക്കുന്നത് കൊണ്ടാണ് എനിക്ക് അട്രാക്ട് ചെയ്യാൻ പറ്റിയത്. നേരെ മറിച്ച് ഞാൻ എപ്പോഴും കരഞ്ഞ് വിളിച്ച് നെഗറ്റീവ് ഫ്രീക്വൻസിയിലാണെങ്കിൽ ജീവിതത്തിലേക്ക് ഒന്നും വരില്ല. അതാണ് ഞാൻ പറഞ്ഞത്, ഒരു നെഗറ്റീവ് പേഴ്സൺ നെഗറ്റീവ് മാഗ്നറ്റ് ആണ്. ഒരു പോസിറ്റീവായിട്ടുള്ള വ്യക്തി സത്യം പറഞ്ഞാലും എവിടെ ചെന്നാലും നമുക്ക് സൗഭാഗ്യം. നമ്മളിപ്പോൾ ഒരു KSFE ചിട്ടി, ഇപ്പോൾ 23ാമത്തെ 24ാമത്തെ ചിട്ടി, മുമ്പൊക്കെ എന്ന് പറയുന്നത് നമ്മളൊരു ചിട്ടിക്ക് ചേർന്ന് കഴിഞ്ഞാൽ ഒന്നീ ലാസ്റ്റ് അല്ലെങ്കിൽ സെക്കൻഡ് ലാസ്റ്റ് കിട്ടത്തേയില്ല, നമുക്കൊരു ആവശ്യത്തിനൊന്നും ഉപകരിക്കത്തില്ല. ഇപ്പോൾ ഒരു ചിട്ടി അവിടെ ചെന്ന് എൻ്റെ ഹസ്ബൻഡ് ചിട്ടി എടുക്കാനിരിക്കുക, ആ കുടത്തിനകത്തിട്ട് കലക്കിയിട്ട് അവർ നമ്പർ എടുക്കും. ചേട്ടൻ അവിടെ നിന്ന് കണ്ണടച്ച് വിഷ്വലൈസ് ചെയ്യും, ചിട്ടി നമ്പർ 13 സുജാർ മോഹൻ, എക്സാക്ട്ലി എടുക്കുന്നതായിരിക്കും. യു കാണ്ട് ഇമാജിൻ. അതായത് മാക്സിമം ചിട്ടിയും ഒന്നാമത്തത്, 1-2 എണ്ണം എനിക്ക് തോന്നുന്നു രണ്ടാമത്തെ അടിച്ചിട്ടുണ്ട്, 2 എണ്ണം എന്തോ മൂന്നാമത്തെ, ബാക്കി 24 എണ്ണത്തിലും മാക്സിമം ഒന്നാമത്തെ വരണമെങ്കിൽ റോഹ അതിനെ ഭാഗ്യമെന്ന് പറയണമെങ്കിൽ ഒരു കുറച്ചൊക്കെ ചിലപ്പോൾ ഒരു 1, 4, 5 വരെയൊക്കെ ഞാൻ ഭാഗ്യമെന്ന് കരുതി. പിന്നീട് ഞാൻ യൂണിവേഴ്സിന് മുമ്പിൽ നമിച്ചിട്ട് ഞാൻ പറഞ്ഞു, ഇനി ഇതൊന്നും എൻ്റെ കയ്യിലുള്ള കാര്യങ്ങളല്ല, കൺട്രോളിലുള്ള കാര്യങ്ങളല്ല. സൗഭാഗ്യങ്ങളെന്ന് പറയുന്നത് ഇങ്ങനെ ഓരോ നിമിഷവും കണ്ട് ഇന്ന് നമുക്കൊരു പുതുമയില്ല. അതുകൊണ്ട് ഞാൻ എന്നെ കാണുന്ന ഓരോ മനുഷ്യരോടും കൈകൂപ്പി പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, ജീവിതത്തിൽ രക്ഷപ്പെടണമെങ്കിൽ നമ്മൾ ആ ഹൈ എനർജിയിലേക്ക്, ഹൈ പോസിറ്റിവിറ്റിയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ജീവിതത്തിൽ നമ്മൾ ആഗ്രഹിക്കുന്ന ആകർഷിക്കാം. നേരെ മറിച്ച് ഈ നെഗറ്റിവിറ്റിയിൽ നിൽക്കുമ്പോൾ നമ്മുടെ വൈബ്രേഷൻ താഴ്ന്നതാണ്. നമ്മൾ എവിടെ പോയാലും തടസ്സങ്ങളെ അട്രാക്ട് ചെയ്തുകൊണ്ട്, ചിട്ടി എടുത്താൽ അതും അടിക്കത്തില്ല, ലോട്ടറി എടുത്താൽ അതും അടിക്കത്തില്ല, എന്തിലും തടസ്സം 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 തടസ്സം. അത് മാത്രം പലപ്പോഴും ഇങ്ങനെ ചിട്ടി ബാക്ക് ടു ബാക്ക് കിട്ടിയെന്ന് പറയുമ്പോൾ തന്നെ ആരെങ്കിലും വന്ന് പറഞ്ഞിരുന്നു, ഞാനൊരു 500 തരാം, എനിക്ക് ലോട്ടറി എടുത്ത് തരാമോ എന്ന് ചോദിച്ചിരുന്നു? ഇല്ല, അങ്ങനെ എന്നോട് പിന്നെ ഞാൻ എങ്ങനെ ലോട്ടറി അടിക്കാമെന്നുള്ള വീഡിയോയ്ക്ക് താഴേക്ക് നിങ്ങൾക്ക് ലോട്ടറി അടിച്ചോ എന്നൊക്കെ പലരും ചോദിക്കുമ്പോൾ ഞാനായിട്ട് ഒരു റിപ്ലൈ കൊടുക്കാറില്ല. സ്റ്റുഡൻസ് റിപ്ലൈ കൊടുക്കാറുണ്ട്, ടീച്ചറമ്മയ്ക്ക് ലോട്ടറി അടിച്ച് മില്യനർ ആകേണ്ട കാര്യമില്ല, ഷീസ് ഓൾറെഡി എ മൾട്ടി മില്യനർ എന്ന് റിപ്ലൈ കൊടുക്കാറുണ്ട്. ഞാൻ അങ്ങനെ ലോട്ടറി മൈൻഡ് സെറ്റിലേക്ക് പോകാറില്ല. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ലോട്ടറി എടുക്കുന്ന വ്യക്തികൾ അവർ ആ നെഗറ്റീവ് മൈൻഡ് സെറ്റിൽ ഇരുന്നു കൊണ്ട് അത് മാനിഫെസ്റ്റ് ചെയ്യാൻ ശ്രമിച്ചാൽ ചിലപ്പോൾ നടക്കണമെന്നില്ല. മനസ്സിലാവും? ഞാനത് ഇതായിട്ട് പറയല്ല. ഈ പലപ്പോഴും ഇപ്പൊ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് പ്രേക്ഷകർ ടീച്ചറുടെ കോച്ചിങ് എങ്ങനെയാണ്, ഇത് എപ്രകാരമാണെന്ന് അറിയാനുള്ള ഒരു ആഗ്രഹമുണ്ടോ? ഭയങ്കരമായിട്ടും സിൽവർ ക്ലാസ് ഇതിന്റെ വ്യത്യാസപ്പെട്ടിരിക്കുന്നത്? അതായത് നമുക്ക് 3 തരത്തിലുള്ള ക്ലാസ്സുള്ളത്. സിൽവർ മെമ്പർഷിപ്പ് ക്ലാസ് എന്ന് പറയുമ്പോൾ മൈൻഡ് റീപ്രോഗ്രാമിംഗ് ക്ലാസ് ആണ്. നമ്മുടെ മനസ്സിനകത്ത് ഒരുപാട് മാലിന്യങ്ങൾ കിടപ്പുണ്ട്, കണ്ടാമിനേഷൻസ് കിടപ്പുണ്ട്. വർഷങ്ങളായിട്ട് നമ്മൾ അനുഭവിച്ച് വന്ന ട്രോമാസ്, പ്രത്യേകിച്ചും സ്ത്രീകൾ ഭർത്താവിൻ്റെ വീട്ടിൽ നിന്ന് അനുഭവിക്കേണ്ടി വന്ന പ്രശ്നങ്ങൾ, ചിലപ്പോൾ ഭർത്താവിൽ നിന്നുണ്ടായിട്ടുള്ള ദുരനുഭവങ്ങൾ, അല്ലെങ്കിൽ ചെറുപ്പത്തിൽ നമുക്ക് ഉണ്ടായിട്ടുള്ള അനുഭവങ്ങൾ, ടീനേജിലുണ്ട്, അങ്ങനെ ഒത്തിരിയും കാര്യങ്ങൾ കിടപ്പുണ്ട്. അപ്പോൾ ഈ നെഗറ്റീവായിട്ടുള്ള കണ്ടാമിനേഷൻസ് എല്ലാം മനസ്സിൽ നിന്ന് എടുത്തു മാറ്റി മനസ്സിനെ ഒന്ന് പോസിറ്റീവായിട്ട് റീപ്രോഗ്രാമിംഗ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കരമായിട്ടുള്ള മാറ്റം വരും. നമുക്ക് നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ നമുക്ക് പരിപൂർണ്ണ ആരോഗ്യം, റിലേഷൻഷിപ്പും പെർഫെക്റ്റ് ഹാപ്പിനെസ്സും എല്ലാം നമുക്ക് മാനിഫെസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിനെക്കുറിച്ച് ബേസിക് ആയിട്ട് ഒന്നും അറിഞ്ഞിടാത്ത വ്യക്തികൾക്ക് ബേസിക് ആയിട്ട് പഠിപ്പിക്കുന്ന ക്ലാസ്സാണ് സിൽവർ ക്ലാസ്. അത് 1 മാസത്തെ ക്ലാസ്സാണ്. അപ്പോൾ അത് പിന്നെ ഇനി അടുത്ത നവംബർ മാസത്തെ ബാച്ച് നവംബർ 4th നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഒരു 1 മന്ത് ക്ലാസ് ആയിരിക്കും. അങ്ങനെ എല്ലാ മാസവും നമുക്ക് സിൽവർ ബാച്ചിന്റെ ക്ലാസ്സുകളുണ്ട്. ഇനി അതിന്റെ കുറച്ച് ക്ലാസ്സുകളെല്ലാം ഓൺലൈൻ അല്ലേ? എല്ലാം ഓൺലൈനാണ്. അതുപോലെ അതിന്റെ അഡ്വാൻസ് ക്ലാസ് ആണ് ഗോൾഡ് മെമ്പർഷിപ്പ് ക്ലാസ്. ആ ഒരു ക്ലാസ് 21 ഡേയ്സ് ക്ലാസ്. അതായത് ഈ സിൽവർ ക്ലാസ് അറ്റൻഡ് ചെയ്ത് മൈൻഡൊക്കെ സെറ്റായി അപ്പോൾ കുറേ കൂടെ ആഴങ്ങളിലേക്ക് നമ്മൾ ഹീലിംഗിലേക്ക് പോകും. ഹീലിംഗ് എന്ന് പറയുമ്പോൾ ചൈൽഡ്ഹുഡിൽ ഉണ്ടായിട്ടുള്ള ട്രോമാസ് തന്നെ എടുക്കാം. അപ്പം നമുക്ക് ചിലപ്പോൾ അമ്മയുടെ ഗർഭപാത്രത്തിനുള്ളിൽ ഉണ്ടായിരുന്ന സമയത്ത് അനുഭവിച്ചിട്ടുള്ള പ്രശ്നങ്ങളായിരിക്കാം, അല്ലെങ്കിൽ ചൈൽഡ്ഹുഡിൽ അനുഭവിച്ച, അതായത് ഇന്നർ ചൈൽഡ് എന്ന് പറയാം, നമ്മളുടെ ഉള്ളിലുള്ള ആന്തരിക ശിശു. അപ്പോൾ ഇന്നർ ചൈൽഡിന് ഏറ്റ മുറിവുകൾ നമ്മുടെ മനസ്സിൽ അതിങ്ങനെ കിടക്കുമ്പോൾ നമ്മൾ എവിടെ പോയാലും തടസ്സങ്ങളും പ്രശ്നങ്ങളും, അതായത് ഒരു ജോലിക്ക് എത്ര നമ്മൾ ശ്രമിച്ചാലും കിട്ടാത്തൊരവസ്ഥ, കപ്പിനും ചുണ്ടിനും ഇടയിൽ ജോലി നഷ്ടപ്പെടും. നമ്മൾ എത്ര മുന്നോട്ട് പോകാൻ ശ്രമിച്ചാലും ആരോ അതിശക്തമായിട്ട് നമ്മളെ പിന്നോട്ട് പിടിച്ചു വലിക്കുന്ന പോലുള്ള ഫീലിംഗ്, നമുക്കൊന്നിലും ഇവിടെ പോയാലും തടസ്സം ഇങ്ങനെ നേരിട്ട്. അപ്പോൾ ഇതൊക്കെ ഈ പറയുന്ന ഇന്നർ ചൈൽഡ് ഇഷ്യൂസ് കൊണ്ടുണ്ടാകുന്ന. അപ്പം നമ്മൾ ഇന്നർ ചൈൽഡ് ഹീലിംഗ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഹീലിംഗ് ഒക്കെ ചെയ്ത് കഴിയുമ്പോൾ അതുവരെ ഉണ്ടായിരുന്ന എല്ലാ പ്രശ്നങ്ങളും, അകാരണമായിട്ടുള്ള ഭയം, അനുഭവിച്ചിട്ടുള്ള കുറേയധികം പ്രശ്നങ്ങളുണ്ട്, അതൊക്കെ മാറി ഇവരിലേക്ക് അവസരങ്ങൾ വരാൻ തുടങ്ങും. ആ വ്യക്തി ഭയങ്കരമായിട്ട് ലൈഫിൽ ഫ്ലറിഷോ. ഇത് ഇന്നർ ചൈൽഡ് ഹീലിംഗ്. ഇതുപോലെ പലതരത്തിലുള്ള ഹീലിംഗ് മെത്തേഡ്സ് ഉണ്ട്. നമ്മുടെ വൈബ്രേഷൻ ഹൈ ആക്കാനുള്ള 101 മാർഗ്ഗങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. നമ്മുടെ വീട് എങ്ങനെ സ്വർഗ്ഗമാക്കി തീർക്കാമെന്ന് പഠിപ്പിക്കും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു മനുഷ്യൻ എങ്ങനെ ഏറ്റവും, എൻ്റെ അടുത്ത് പലരും ചോദിക്കാം ടീച്ചറമ്മ എന്താണ് ക്ലാസ്സിൽ പഠിപ്പിക്കുന്നത്, ഏറ്റവും നല്ലൊരു വ്യക്തിയായിട്ട് നമുക്ക് എങ്ങനെ മാറാം,
നമ്മുടെ വീടിനും നാടിനും സമൂഹത്തിനും ഉതകുന്ന ഏറ്റവും നല്ല വ്യക്തിയായിരുന്നു കൊണ്ട്, എപ്പോഴും സന്തോഷമായിരുന്നു കൊണ്ട്, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ആഗ്രഹിക്കുന്നതൊക്കെ നേടി ഏറ്റവും സക്സസ്സിലേക്ക് എത്താം. അപ്പോൾ അതാണ് നമ്മുടെ ഗോൾഡ് ക്ലാസ്സിൽ വരുന്നത്. പിന്നെ വരുന്നത് പ്ലാറ്റിനമാണ്. പ്ലാറ്റിനം എന്ന് പറയുമ്പോൾ ലൈഫ് ലോങ് മെൻറ്റർഷിപ്പാണ്. ഞാൻ ലൈഫ് ലോങ് അവരുടെ മെൻറ്റർ ആയിരിക്കും. അപ്പോൾ പ്ലാറ്റിനത്തിലേക്ക് ജോയിൻ ചെയ്ത് കഴിയുമ്പോൾ ആദ്യം ഒരു 1-to-1 സെഷനിലിരുന്ന് അവരുടെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് അതിനൊക്കെയുള്ള സൊല്യൂഷൻസ് കൊടുത്ത്, അതുപോലെ ഇപ്പോൾ ഞാൻ അവരോട് പറഞ്ഞിട്ടുണ്ട്, ഫസ്റ്റ് ആദ്യത്തെ ഒരു 1 ഇയർ കൊണ്ട് ഈ പ്ലാറ്റിനം ഫാമിലിയിലുള്ള എല്ലാവരും ഒരു മില്യനെയർ ലെവലിലേക്ക് എത്തണം. നെക്സ്റ്റ് 2026 നവംബർ 1 നമ്മുടെ എൻ്റെ ഒരു ബർത്ത്ഡേക്ക് ഇവരെല്ലാവരും വരുമ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങൾ ആ മില്യനേഴ്സ് ആയിട്ടായിരിക്കണം വരുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എവറി സിംഗിൾ ഡേ പ്ലാറ്റിനം സപ്പോർട്ട് മീറ്റിങ്ങിൽ അതിനുള്ള പ്രാക്ടീസ് കൊടുത്ത് അപ്പോൾ പലരും പുതിയ സംരംഭങ്ങൾ തുടങ്ങി. ഞങ്ങൾക്ക് എന്തായാലും നമ്മൾ ഇതിലെ വാക്കുകൾ കൊണ്ടുള്ള ഉപദേശം മാത്രമാണ് കൃത്യമായിട്ടുള്ള പ്രാക്ടീസ്. നമ്മൾ ഇത് എന്ത് ചെയ്യണം എന്നുള്ളതിന്റെ കൊടുക്കുന്നുണ്ട്. നമുക്ക് വെറുതെ പൈസ ഉണ്ടാക്കാൻ പറ്റില്ലല്ലോ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒന്നുകിലൊരു ജോലി, അല്ലെങ്കിൽ നമുക്ക് ഒരു ബിസിനസ്, ഒന്നുകിലൊരു പ്രോഡക്റ്റോ അല്ലെങ്കിൽ സർവീസോ നമ്മൾ സെല് ചെയ്യണം. അപ്പോൾ ആ ഒരു ബിസിനസ്സിലേക്ക് എത്തണമെങ്കിൽ ആസ് എ ബിസിനസ് കോച്ച് നമ്മൾ ഗൈഡ് ചെയ്ത് കൊടുക്കണം, ഇന്ന കാര്യങ്ങൾ ചെയ്യണം. അപ്പോൾ എത്രയോ പേര് ഇപ്പോൾ സംരംഭങ്ങൾ സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ അവർ ഘട്ടം ഘട്ടമായിട്ട് ഒരു പൈസ ഏൺ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു, നമുക്കൊരു എപ്പോഴും ഒരു കൃത്യമായിട്ട് നമുക്ക് പറഞ്ഞു തരാം, നമ്മുടെ ഹാൻഡ് ഹോൾഡ് ചെയ്യാൻ ഒരു മെൻറ്റർ ഉണ്ടെങ്കിൽ ലൈഫിൽ സക്സസ്ഫുൾ ആകുക എന്ന് പറയുന്നത് ഈസിയല്ല. ഇപ്പോൾ രോഹന് കൃത്യമായിട്ട് എല്ലാ ദിവസവും ഗൈഡൻസ് തന്നു, മക്കളെ ഇന്നത് ചെയ്യുന്നത് ഈസി ആയിട്ട് സക്സസ്സിലേക്ക് എത്താം. നേരെ മറിച്ച് നമുക്ക് ചിലപ്പോൾ ക്ലാരിറ്റി കാണില്ല, എന്ത് ചെയ്യണം, എങ്ങനെ ചെയ്യണം, ഇതാണോ ശരി. അത് ഒരുപാട് ഇങ്ങനെ തുടർച്ചയായിട്ടുള്ള ഗൈഡൻസ് കിട്ടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു മെൻറ്റർ ലൈഫ് ലോങ് ഒരാളുടെ കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവൻ്റെതായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കുന്നതിനെ പ്രാപ്തനാക്കാതിരിക്കുമോ? അപ്പോൾ അങ്ങനെയല്ല, പ്രാപ്തനാക്കുന്നത് അതായത് ഞാനിങ്ങനെ അഡ്വൈസ് ചെയ്ത് കൊടുക്കുമെന്നല്ല പറയുന്നത്. അതായത് അവരൊരു പ്രശ്നം പറയുമ്പോൾ മക്കളെ അതിന് ഈ രീതിയിൽ, അതായത് അവർക്ക് പറഞ്ഞു കൊടുക്കും, ശരിയേ തെറ്റേന്ന് പറഞ്ഞു കൊടുക്കും. അവർക്ക് ഡിസിഷൻ, അവരെ കൊണ്ട് തന്നെയാണ് ഡിസിഷൻ എടുപ്പിക്കുന്നത്, നമ്മളല്ലാതെ ഇങ്ങനെ പറയില്ല. പിന്നെ വേണ്ട കാര്യങ്ങൾക്ക് ഗൈഡൻസ് കൊടുക്കും. അങ്ങനെ ഇപ്പോൾ അവർക്ക് മണി മാറ്റർ മാത്രമല്ല, അവർക്ക് ഹെൽത്ത് ആണെങ്കിൽ ഏത് ഏരിയയാണ്, റിലേഷൻഷിപ്പ് ആണെങ്കിൽ അവരുടെ പ്രശ്നം എന്താണോ അതിനുള്ള സൊല്യൂഷൻ. മെയിൻലി ഞാനിപ്പോൾ ഫോക്കസ് ചെയ്യുന്നത് ഓരോരുത്തരെയും ആ ഒരു മില്യനെയർ ലെവലിലേക്കും പിന്നെ അവിടുന്ന് ഉയർന്ന തലങ്ങളിലേക്കും കൊണ്ടുവരും. അപ്പോൾ അവരെ ആ ഒരു ഗൈഡൻസ് കൊടുത്ത് അങ്ങനെ ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആക്കുക എന്നുള്ളതാണ്. അപ്പോൾ അവർക്ക് ആ ഒരു പ്ലാറ്റിനത്തിലേക്ക് വന്നു കഴിയുമ്പോൾ ഒരു വെളിപ്പാടകലെ എൻ്റെ ടീച്ചറമ്മ എനിക്കുണ്ട്. എപ്പോഴും അവർക്ക് കോളിലാണെങ്കിലും മെസ്സേജിലാണെങ്കിലും എപ്പോഴും അവർക്ക് കോൺടാക്റ്റിലിരിക്കാം. അത് ജീവിതകാലം ശരിക്കും അതിലൊരു അഭിനന്ദനാർഹമായിട്ടുള്ള ഒരു കാര്യം കൂടിയാണ്. അതായത് എനിക്ക് മാത്രം X7 BMW എടുത്താൽ പോരാ, എന്റെ കോച്ചിങ്ങിലിരുന്ന എല്ലാവരും എനിക്കൊപ്പം വളരണം എന്നുള്ള ഒരു ചിന്ത അഭിനന്ദിക്കേണ്ടതാണ്. പ്ലാറ്റിനത്തിൽ വരുന്നവരെന്ന് മാത്രമല്ല, ഞാൻ ആഗ്രഹിക്കുന്ന ഭൂമിയിലുള്ള എന്നെ ഇന്റർവ്യൂ കാണുന്ന എല്ലാവരോടും എനിക്ക് പറയാനുള്ളൊരു കാര്യം, ഞാനിത് പറയുമ്പോൾ പലർക്കും എന്നെ വിമർശിക്കാം. പക്ഷേ കാര്യം, ഞാൻ മുമ്പൊരു ഇന്റർവ്യൂ കൊടുത്തപ്പം പലരും അതിൻ്റെ താഴെ വന്ന് എഴുതി, ഇവർ എന്താ പറയുന്നത്, ഇതൊക്കെ ഉടായിപ്പാണെന്ന്. എനിക്കത് എൻ്റെ കണ്ണ് നിറഞ്ഞ് എന്തുകൊണ്ടാണെന്നറിയോ, ജീവിതത്തിൽ രക്ഷപ്പെടാനായിട്ട് ഒരു മനുഷ്യൻ അതിൻ്റെ വഴി പറഞ്ഞു കൊടുക്കുമ്പോൾ പലരും ചോദിക്കും പുസ്തകങ്ങൾ വായിക്കും. ഇപ്പോൾ സ്കൂളിൽ പഠിക്കുന്ന കുട്ടി കുറേ പുസ്തകങ്ങൾ എടുത്ത് കൊടുത്തിട്ട് നീ വായിച്ചു പഠിച്ചു എന്ന് പറയും. അതിനെ നമുക്ക് പറഞ്ഞു തരേണ്ട രീതിയിൽ, ആ രീതിയിൽ നമുക്കൊരു ഗുരു നമുക്കത് പറഞ്ഞു തരുമ്പോൾ കൃത്യമായിട്ട് നമുക്കത് ഇരുത്തി പ്രാക്ടീസ് ചെയ്യണം. കോച്ചിങ് എന്ന് പറഞ്ഞാൽ ഇരുത്തി ഡെയിലി മെഡിറ്റേഷൻ ചെയ്ത് നമ്മൾ 1ാം ക്ലാസ്സിലെ പിള്ളേരെ കൊണ്ട് തറ എഴുതിക്കുന്ന പോലെ ഇരുത്തി പ്രാക്ടീസ് ചെയ്യിപ്പിച്ച് ഒരാൾക്ക് എന്താ പറയുക, അങ്ങനെ രക്ഷപ്പെടണമെന്നുള്ളൊരു മൈൻഡ് സെറ്റ് ഉണ്ടെങ്കിൽ നമ്മൾ രക്ഷപ്പെടുത്തി കൊടുക്കും. ഇപ്പോൾ സിൽവർ ക്ലാസ്സിൽ ഇപ്പോൾ 1 മാസം വന്ന് അറ്റൻഡ് ചെയ്തു പോയി, എനിക്ക് അവരെ പിന്നെ കാണുന്നില്ല. ഗോൾഡിൽ വന്ന് അറ്റൻഡ് ചെയ്തു പോയി പ്ലാറ്റിനം എന്ന് പറഞ്ഞാൽ ഇവർ എൻ്റെ കൂടെ ലൈഫ് ലോങ് നിൽക്കാന്നുള്ളൊരു കമ്മിറ്റ്മെൻറ്റാണ്. അവിടെ എനിക്ക് ഇവരുടെ പ്രോഗ്രസീവായിട്ടുള്ള ഇവരുടെ മാറ്റങ്ങൾ ഇവരെ ആ ഉയർച്ചയിലേക്ക് കൊണ്ടുവരാൻ പറ്റും. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, അവരുടെ കൂടെ നിന്ന് എല്ലാവരെയും രക്ഷപ്പെടുത്തിയെടുക്കണം. എല്ലാവരെയും രക്ഷപ്പെടുത്തണമെന്ന് ആഗ്രഹമുണ്ട്. ഇത് പഠിക്കാൻ മനസ്സുള്ള എല്ലാവരെയും രക്ഷപ്പെടുത്തിയെടുക്കാൻ ആഗ്രഹമുണ്ട്. അപ്പോൾ അവരൊന്ന് മാനിഫെസ്റ്റ് കൂടെ നിൽക്കാനുള്ളൊരു മനസ്സുണ്ടെന്നുണ്ടെങ്കിൽ 100%, അത് ഞാൻ ഈ ഇൻ്റർവ്യൂലൊന്നുമല്ല, ഞാൻ എന്നും പറയും, അത് എൻ്റെ എൻഡ് ഓഫ് ദ ലൈഫ് വരെ ഞാൻ അവരെ രക്ഷപ്പെടുത്തി. പലപ്പോഴും ഇത് ശ്രമിച്ച് നേരത്തെ തന്നെ ടീച്ചർ പറഞ്ഞല്ലേ, ഈ കപ്പിനും ചുണ്ടിനും ഇടയ്ക്ക് നടക്കാന്ന് പറയും. ഇപ്പോൾ അതുവരെ ശ്രമിച്ച് അവസാനം അത് അച്ചീവ് ചെയ്യുന്നതിന് മുമ്പായിരിക്കും നഷ്ടപ്പെടുക. നമ്മൾ കാരണം പോലും അറിയാതെയാണ് നമ്മൾ നഷ്ടങ്ങൾ ഉണ്ടാവാറ്. നമ്മൾ പലപ്പോഴും ഇത് എന്തുകൊണ്ട് പോയി എന്ന് നമുക്ക് ഉത്തരം പോലും നമുക്ക് ഉണ്ടാവാറില്ല. ഇത് ഭയങ്കരമായിട്ട് പിന്നോട്ട് വലിക്കും. എവിടെയാണ് നമ്മുടെ ഈ ജാതകത്തിൻ്റെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ചേർത്ത് വെച്ച് വായിക്കാൻ തുടങ്ങും. കണ്ടാൽ ശരിയാ കൊണ്ടേ പോകൂ എന്നുള്ള പറയും. അപ്പോൾ ഇത്തരം പ്രയോഗങ്ങളുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇതിൽ കുറെ കൂടി വിശ്വാസപൂർവ്വമായി നിൽക്കുന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ ശ്രമിക്കുന്നതിനൊക്കെ എന്താ കാരണം എന്നുള്ളൊരു ചോദ്യം അവിടെ ഉണ്ട്. തീർച്ചയായിട്ടും ഇല്ലേ? അപ്പോൾ നല്ലൊരു ചോദ്യമാണ്. അതായത് ഞാൻ ഇതിലേക്കൊക്കെ വരുന്നതിന് മുമ്പ് ഞാനൊരു ജോത്സ്യനെ കാണാൻ പോയപ്പോൾ ആ ജോത്സ്യൻ എന്നോട് പറഞ്ഞു, നിങ്ങളുടെ ലൈഫിൽ നിങ്ങളുടെ ജാതകം ഒന്ന് എനിക്ക് കാണുന്നു. ജാതകം നോക്കിയിട്ട് പറഞ്ഞു, ഇത്രയും ഈശ്വരാധീനമില്ലാത്തൊരു ജാതകം ഞാൻ എൻ്റെ ലൈഫിൽ കണ്ടിട്ടില്ല. അത്രയും നിങ്ങൾക്ക് മോശം സമയമാണ്. ഈ പറഞ്ഞ പോലെ എന്തോ കണ്ടകശനി എന്തോ പറഞ്ഞു, അങ്ങനത്തെ ഒരു സമയമാണ്. അപ്പം നമ്മൾ ഈ ജോത്സ്യൻ്റെ അടുത്തൊക്കെ പോകുമ്പോൾ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് ഇങ്ങനെ ഓപ്പൺ ആയിരിക്കും, ഇവർ എന്താ പറയാൻ പോകുന്നത്. അപ്പോൾ ഈ വ്യക്തി പറഞ്ഞു, നിങ്ങൾക്കൊരു വലിയ ഹെൽത്ത് ഇഷ്യൂ വരാൻ പോകുന്നു, നിങ്ങളുടെ ജോലി നഷ്ടപ്പെടാൻ പോകുന്നു. അപ്പം ഞാനിതിങ്ങനെ കേട്ടു.
അപ്പോൾ ഇത് സ്വാഭാവികമായിട്ടും നമ്മുടെ മനസ്സിലേക്ക് ഒരു ചിന്ത ഇട്ട് തരികയാണ്. ഞാനിങ്ങനെ നിരന്തരം ചിന്തിക്കാൻ തുടങ്ങി. അവിടെയെങ്കിലും ലോ ഓഫ് അട്രാക്ഷൻ വർക്ക് ചെയ്യും. എനിക്ക് എന്ത് ഹെൽത്ത് ബ്ലെസ്സിങ്, എന്ത് ഹെൽത്ത് ഇഷ്യൂ ആയിരിക്കും വരാൻ പോകുന്നത്, എൻ്റെ ജോലി നഷ്ടപ്പെടുമോ. സ്വാഭാവികമായിട്ടും ഇത് സംഭവിച്ചു കഴിഞ്ഞപ്പോഴാണ് ഞാൻ പറഞ്ഞല്ലോ, ജ്യോത്സ്യൻ പറഞ്ഞ അടുത്തൊരു വർഷത്തേക്ക് നിങ്ങളുടെ ലൈഫിൽ ഏറ്റവും മോശം വർഷമാണ്, ഇത്രയും ഈശ്വരാധീനമില്ലാത്ത ഒരു ജാതകം ഞാൻ കണ്ടിട്ടില്ലെന്നാണ് പറഞ്ഞത്. അവിടെ നിന്ന് ഞാൻ എൻ്റെ മൈൻഡ് പവറിനെ കുറിച്ച് മനസ്സിലാക്കി, ഞാൻ എൻ്റെ ചിന്തകൾ മാറ്റിയപ്പോൾ ആ വർഷം എൻ്റെ ലൈഫിലെ വൺ ഓഫ് ദ ബെസ്റ്റ് ഇയർ ആയിട്ട് ആ വർഷം മാറുകയുണ്ടായി. അതുകൊണ്ട് ഞാൻ ഇതിനെ ഒന്നും, അതിൽ വിശ്വാസമുള്ളവരുണ്ടായിരിക്കും. ഞാൻ എൻ്റെ അനുഭവത്തിൽ വിശ്വാസം മാറിയോ അതിലുള്ള ഞാൻ ഒന്നിനെയും വിമർശിക്കുന്ന ഒരു വ്യക്തിയല്ല. ഞാൻ ഒന്നിനെയും നമ്മള് വിശ്വാസമില്ല എന്നൊരു അർത്ഥമില്ല. ഞാൻ ഒരിക്കലും അങ്ങനെ ജ്യോത്സ്യം അതിൽ വിശ്വാസമുള്ളവരുണ്ടായിരിക്കും. അതൊക്കെ ഓരോ വ്യക്തികളുടെയും പേഴ്സണൽ ഇതാണ്. ഞാൻ എൻ്റെ അനുഭവത്തിൽ നിന്നാണ് ഞാൻ പറയുന്നത്. ഞാൻ എൻ്റെ ജാതകത്തിൽ രോഹിണി, ഞാൻ എൻ്റെ ജാതകം എടുത്തുകൊണ്ട് കാണിച്ചു തരും. അതിനകത്ത് എങ്ങും ഇവള് രക്ഷപ്പെടുമെന്നോ ഇവള് നല്ല നിലയിലേക്ക് എത്തുമെന്നോ ഒന്നും അതിനകത്ത് എഴുതിയിട്ടില്ല. ഞാൻ എൻ്റെ ചിന്തകൾ മാറ്റി അന്ന് എൻ്റെ ജീവിതത്തിൽ ഞാൻ രക്ഷപ്പെട്ടു, ഇനിയും ജീവിതത്തിൽ രക്ഷപ്പെടും എന്നുള്ളത് 100% എനിക്ക് ഉറപ്പാണ്. കാര്യം നമ്മുടെ ചിന്തകളിൽ ഒരു ഡിപ്പ് വരാത്തിടത്തോളം നമ്മുടെ ലൈഫിൽ ഒരു ഡിപ്പ് വരത്തില്ല. ശരിക്കും അങ്ങനെ ഇനി ഇവിടുന്ന് അങ്ങോട്ട് ഇവളുടെ ജീവിതത്തിൽ രക്ഷപ്പെടില്ല എന്നൊരു വാക്ക് കേൾക്കുമ്പോൾ വാശി വരുന്നത് അവനവനോട് തന്നെയാണോ, ജ്യോത്സ്യനോടാണോ, അതോ ദൈവത്തിനോടാണോ? ആരോടും തോന്നിയില്ല. കാര്യം ആ സമയത്ത് ഈ പറയുന്ന വലിയൊരു ഹെൽത്ത് ഇഷ്യൂയിലൂടെ കടന്നു പോകുമ്പോൾ എങ്ങനെയും ആ വേദനയെ തരണം ചെയ്യണം. അവിടെ നമുക്ക് അതേ ഉള്ളൂ നീഡ്. ഈ അനുഭവിക്കുന്ന വേദന എന്ന് പറഞ്ഞാൽ ഭൂമിയിൽ അതിലും വലിയൊരു വേദന ഉണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അതായത് കട്ടിലിൽ കിടന്നിട്ട് ഇങ്ങനെ എഴുന്നേറ്റ് പകുതി വരും, പിന്നെ എനിക്ക് മുമ്പോട്ടും എഴുന്നേക്കാൻ പറ്റില്ല, തിരിഞ്ഞു കിടക്കാനും പറ്റില്ല. നെർവ് കംപ്രഷൻ എന്ന് പറയും, അതായത് നട്ടിലുണ്ടാകുന്ന ഒരു ഇതാണ്. അപ്പോൾ ഞാൻ ഇങ്ങനെ ഒരു അരിവാളിന്റെ ഷേപ്പിൽ ഞാൻ വളഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് കട്ടിലിൽ നിന്ന് എഴുന്നേക്കാൻ, എനിക്ക് കിടന്ന കിടപ്പിൽ തന്നെ മലമൂത്ര വിസർജനം ചെയ്യേണ്ടി വന്നൊരു സിറ്റുവേഷൻ ഒക്കെ ഉണ്ട്. അത്രയും വലിയൊരു ഹെൽത്ത്. അപ്പോൾ ഹസ്ബൻഡ് ഒരു കയ്യിൽ പിടിക്കും, മോനൊരു കയ്യിൽ പിടിക്കും. ഞാൻ ആ രണ്ടുപേരെയും കൈ പിടിച്ചുകൊണ്ട് ദൈവമേ എന്ന് വിളിച്ച വിളി ഞാൻ ചിന്തിക്കുന്നത് സ്വർഗ്ഗത്തിരുന്ന് ദൈവം കേട്ടിട്ടുണ്ടാവണം. ഞാൻ ദൈവത്തോട് പറഞ്ഞൊരൊറ്റ കാര്യം ഇതാണ്: ദൈവമേ, എൻ്റെ ജീവിതത്തിൽ എന്നെ ഒന്ന് എഴുന്നേറ്റ് നടക്കാൻ നീ പ്രാപ്തയാക്കുക. എൻ്റെ ജീവിതം ഞാൻ മറ്റുള്ളവർക്ക് വേണ്ടി സമർപ്പിക്കും. അന്ന് മുതലാണ് ഞാൻ ഇത് പ്രാക്ടീസ് ചെയ്തും എനിക്ക് റിസൾട്ട് കിട്ടി. അതുകൊണ്ടാണ് ഞാൻ ഓരോരുത്തരെയും പഠിപ്പിക്കുന്നത്. അതൊക്കെ ഒന്ന് എടുത്ത് കണ്ടു നോക്കുക. അതൊക്കെ ഒന്ന് പ്രാക്ടീസ് ചെയ്യുമ്പോൾ തന്നെ എന്തോരം മാറ്റങ്ങളാണ് ആളുകളുടെ ലൈഫിൽ വരുന്നത്. അതുകൊണ്ട് ഞാൻ എൻ്റെ അനുഭവങ്ങളിൽ നിന്നാണ് മനസ്സിലാക്കിയത്. ഞാൻ ഈ പറഞ്ഞതുപോലെ ജാതകത്തിനെയോ ബാക്കിയുള്ള കാര്യങ്ങൾ ഞാൻ എൻ്റെ അനുഭവത്തിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയത്, ഒരു മനുഷ്യൻ്റെ മൈൻഡ് സെറ്റ് മാറുമ്പോൾ ജാതകത്തിൽ നല്ല കാര്യങ്ങൾ പറയും. ഇപ്പോൾ ജ്യോത്സ്യൻ്റെ അടുത്ത് പോകുമ്പോൾ ജ്യോത്സ്യൻ നല്ല കാര്യങ്ങളാണ് പറയുന്നതെങ്കിൽ അത് വളരെ നല്ലത് തന്നെ. അപ്പോൾ അദ്ദേഹം പറയുകയാണ്, ഇപ്പോൾ രോഹൻ രക്ഷപ്പെടാൻ പോവുകയാണ്, നല്ല ഗജകേസരി യോഗമാണ്. സ്വാഭാവികമായിട്ട് രോഹൻ ചിന്തിക്കും, എനിക്ക് ഗജകേസരി, എനിക്ക് എങ്ങനെയായിരിക്കും രക്ഷപ്പെടുന്നത്, എനിക്ക് ലോട്ടറിയിലൂടെ ആയിരിക്കും, എനിക്ക് ഇതിലൂടെ ജോലി കിട്ടുമോ, ബിസിനസ്. ലോ ഓഫ് അട്രാക്ഷൻ അവിടെ വർക്ക് ചെയ്യും. കാര്യം എന്താ, ഞാൻ എങ്ങനെയായിരിക്കും രക്ഷപ്പെടുന്നത് പോസിറ്റീവായിട്ട് ചിന്തിക്കുമ്പോൾ അങ്ങനെയുള്ള സാഹചര്യങ്ങൾ അട്രാക്ട് ചെയ്യും. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, നമ്മുടെ മുമ്പിൽ വരുന്നവരുടെ അഥവാ അവരുടെ മോശം സമയമാണെങ്കിൽ പോലും നല്ലതാണെന്നൊരു ചിന്ത ഇട്ട് കൊടുത്താൽ, ശരിയല്ലേ, നല്ലതാണെന്നൊരു ചിന്ത ഇട്ട് കൊടുത്താൽ അവരെ ചിന്തിക്കുകയും കൂടുതൽ അവരുടെ ജീവിതത്തിൽ ഉയർച്ച വരികയും ചെയ്യും. ഒടുവിൽ ഒരുപാട് സന്തോഷങ്ങൾ കണ്ടെത്താനുള്ള വഴികൾ പറഞ്ഞു കൊടുക്കുന്ന വ്യക്തി ആയതുകൊണ്ട് തന്നെ ജീവിതത്തിൽ നിങ്ങൾക്ക് സന്തോഷം കണ്ടെത്തണം നിങ്ങൾ വളരെ എണ്ണമിട്ട് പറയാൻ പറഞ്ഞൊരു 5 കാരണങ്ങൾ എന്തായിരിക്കും പറയാം? തീർച്ചയായിട്ടും സന്തോഷം കണ്ടെത്തണമെങ്കിൽ നമുക്ക് ഇപ്പോൾ ഉള്ള അനുഗ്രഹങ്ങളിലേക്ക് നോക്കാം. നമ്മൾ എത്ര ബ്ലെസ്ഡ് ആണെന്നറിയാവോ? അപ്പോൾ കണ്ണിന് കാഴ്ചയില്ലാത്തൊരു വ്യക്തി, ആ വ്യക്തി ഇന്ന് ജനിച്ചിട്ട് ഇന്ന് വരെ ഈ ഭൂമിയുടെ ഭംഗി കണ്ടിട്ടില്ല, ജന്മം കൊടുത്ത പേരൻസിനെ കണ്ടിട്ടില്ല. നമ്മൾ ഇതുവരെ കണ്ടിട്ടുള്ള കാഴ്ചകൾ എണ്ണമറ്റതാണ്. നമുക്ക് ആ കാഴ്ച ശക്തി തന്ന ദൈവത്തോട് ഒരിക്കലെങ്കിലും നമ്മൾ നന്ദി പറഞ്ഞിട്ടുണ്ട്. നമ്മൾ 3 നേരം അന്നം കഴിക്കുന്നുണ്ട്, എത്രയോ മനുഷ്യർക്ക് അത് കഴിക്കാനില്ല. പലരും റോഡ് സൈഡിലും ബസ് സ്റ്റാൻഡിലും കടത്തിണ്ടയിലും കിടന്നുറങ്ങുന്നുണ്ട്. നമുക്ക് കയറി കിടക്കാനൊരു വീടുണ്ട്. ദൈവത്തോട് നമ്മൾ നന്ദി പറയാറുണ്ടോ? സോ നന്ദി പറയുക. ദിവസവും ഒരു 5 മിനിറ്റെങ്കിലും മിനിമം ലഭിച്ചിട്ടുള്ള അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയാം. നമ്മൾ ഈ നന്ദി പറയുമ്പോൾ നമ്മുടെ ശരീരത്തിൽ ഹാപ്പി ഹോർമോൺസ് റിലീസാവും. ഇത് നമ്മളെ എപ്പോഴും ഹാപ്പി ആയിരിക്കാൻ സഹായിക്കും. അതൊരു സീക്രട്ടാണ്. രണ്ടാമത്തെ കാര്യം, ക്ഷമിച്ചു കൊടുക്കുക. മനുഷ്യരോട് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, നമ്മളെല്ലാവരും ഒരു കുറച്ചു കാലം ഈ ഭൂമിയിൽ ജീവിച്ചു പോകാൻ വന്നവരാണ്. ആൾക്കാരോടുള്ള പകയും ദേഷ്യവും കൊണ്ട് നടന്ന് നമ്മുടെ ജീവിതത്തിൽ എങ്ങും എത്താതെ സ്വന്തം ജീവൻ നശിപ്പിക്കാതെ ഒന്ന് ഫൊർഗീവ് ചെയ്ത് കൊടുത്ത് ആ ഒരു പോസിറ്റീവ് മൈൻഡ് സെറ്റിലേക്ക് എത്തി നമുക്ക് ശാന്തി സമാധാനവും കിട്ടിക്കഴിഞ്ഞാൽ ജീവിതത്തിൽ നമുക്ക് തീർച്ചയായിട്ടും ഉയർച്ച ഉണ്ടാവുക തന്നെ ചെയ്യും. അപ്പോൾ ആ ഒന്ന് ക്ഷമിച്ചു കൊടുക്കാൻ തയ്യാറാവും. അതുപോലെ തന്നെ നമ്മുടെ ഈഗോ മനസ്സിൽ നിന്ന് എടുത്തു കളഞ്ഞ്, ഞാനെന്ന ഭാവം എടുത്തു കളഞ്ഞ് ഞാനിപ്പോൾ ഇങ്ങോട്ട് വരുമ്പോൾ കണ്ടൊരു ബൈബിൾ വാക്യമാണ് ഒരു മതിൽ എഴുതി വെച്ച്, നീ എത്രത്തോളം ഉന്നതനാകുന്നോ നീ അത്രത്തോളം വിനീതനാകും. എളിമയോടെ ജീവിക്കുക. എത്ര സക്സസ് തലയ്ക്കും മീതെ വന്നാലും നമ്മൾ എളിമയിൽ ജീവിക്കുക. അതുപോലെ ദൈവികമായിട്ട് നിങ്ങൾ വിശ്വസിക്കുന്ന ഏത് ദൈവമാണെങ്കിലും, ഞാൻ സ്റ്റുഡൻസിനോട് പറയാറുണ്ട്, നിങ്ങൾ ഇസ്ലാം മത വിശ്വാസിയാണെങ്കിൽ 5 നേരം നിങ്ങൾ നിസ്കാരം ചെയ്യുക. ഹിന്ദുക്കളാണെങ്കിൽ 2 നേരം നിങ്ങൾ വിളക്ക് കത്തിച്ച് വെച്ച് പ്രാർത്ഥിക്കുക. ക്രിസ്ത്യൻസ് ആണെങ്കിൽ നിങ്ങൾ ബൈബിൾ പ്രാർത്ഥനകൾ സന്ധ്യയ്ക്ക് ചെയ്യുന്ന പ്രാർത്ഥന ചെയ്യുക. ദൈവത്തോട് ചേർന്ന് ജീവിക്കുക. അതായത് നമുക്ക് എപ്പോഴും എന്ത് കാര്യം വന്നാലും ഈ ടെൻഷനും സ്ട്രെസ്സും വരുന്നത് എന്തുകൊണ്ടാണെന്ന് അറിയാം. നമ്മൾ യഥാർത്ഥ വിശ്വാസിയാണെങ്കിൽ എൻ്റെ ദൈവം എൻ്റെ കൂടെയുണ്ട്, എനിക്ക് എന്തോ വന്നാലും എൻ്റെ ദൈവം എൻ്റെ കൂടെയുണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തി, അത്രയും സ്ട്രോങ് ആണ് അവൻ്റെ ബിലീഫ് എങ്കിൽ ഏത് സിറ്റുവേഷൻ വന്നാലും അവർ തളരത്തില്ല. ദൈവം പലതും പരീക്ഷ നോക്കും.
ഏത് പരീക്ഷണം വന്നാലും അവനതിൽ ദൈവവിശ്വാസം കൈവിടുന്നില്ലെങ്കിൽ വിളിച്ചാൽ വെളിപ്പുറത്തെത്തും ദൈവം. ഞാൻ അങ്ങനെയാണ്. ഞാൻ ഇന്ന് ഇത്രയും സ്ട്രോങ് ആയിരിക്കുന്നതിൻ്റെ ഞാൻ എൻ്റെ വിശ്വാസം, എൻ്റെ ദൈവം എൻ്റെ കൂടെയുണ്ട്, എൻ്റെ കൈ പിടിച്ചുകൊണ്ട് എൻ്റെ ദൈവം എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ ഞാൻ ഒരിക്കലും തളരില്ല എന്നുള്ള ആ ഒരു ദൈവവിശ്വാസം, അത് ഏത് മതവിശ്വാസിയാണെങ്കിലും ആ ഒരു ദൈവവിശ്വാസത്തിലിരിക്കുക. 5ാമത് മനസ്സ് ശുദ്ധമാക്കി വയ്ക്കുക. മനസ്സിനകത്ത് ആരോടും പകയും വെറുപ്പും വിരോധവും വിദ്വേഷവും ദേഷ്യവും ആരുടെ സക്സസ്സിൽ അസൂയയും ഒന്നുമില്ലാതെ ഏറ്റവും ശുദ്ധ മനസ്സിലേക്ക് എത്തിക്കഴിഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, നമ്മുടെ ഫ്രീക്വൻസി ഹൈ ആയിരിക്കും. ഓട്ടോമാറ്റിക്കലി എല്ലാ മേഖലയിലും നമ്മൾ വിജയിക്കും. ഹാപ്പിനെസ് ഗ്യാരൻറ്റീഡാണ്. 100% ഹാപ്പിനെസ് ഗ്യാരൻറ്റി. ആ വാക്കുകളിൽ ഒരുപാട് സന്തോഷം നൽകുന്നുണ്ട്. പ്രകാശം ഒരുപാട് പേരിലേക്ക് എത്തുന്നുണ്ടെന്നുള്ളതും വളരെ വ്യക്തമാണ്. അപ്പോൾ എന്തായാലും ഈ യാത്ര തുടരട്ടെ, കുറേ പേരിലേക്ക് പ്രകാശം പരക്കട്ടെ. ആൻഡ് ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു.